ഹലോ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ബേസിക്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സോ പൈത്തൺ ഇൻട്രൊഡക്ഷൻ. പൈത്തൺ ഈസ് എ വൈഡ്ലി യൂസ്ഡ് ജനറൽ പർപ്പസ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് initially designed by Guido van Rossum in 1991 and developed by Python Software Foundation. പൈത്തൺ വേർഷൻസ് രണ്ടെണ്ണാണുള്ളത്, പൈത്തൺ 2 ആൻഡ് പൈത്തൺ 3. പൈത്തൺ 3 ആണ് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്നത്. എന്നാലും പൈത്തൺ 2ന്റെ ഒരു എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് ചില കമ്പനീസ് പൈത്തൺ 2ഉം യൂസ് ചെയ്ത് വരുന്നിട്ടുണ്ട്. ദെൻ പൈത്തൺ ഒരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിന്റെ ആപ്ലിക്കേഷൻസ് ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് പൈത്തൺ ഉണ്ട്. വെബ് ഡെവലപ്മെന്റിന് വേണ്ടി പൈത്തൺ യൂസ് ചെയ്യാം. ഡേറ്റ സയൻസ് ഇൻക്ലൂഡിംഗ് മെഷീൻ ലേണിംഗ്, ഡേറ്റ അനാലിസിസ്, ഡേറ്റ വിഷ്വലൈസേഷൻ, അതായത് ഡേറ്റ സയൻസിന്റെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ സ്ക്രിപ്റ്റിംഗിന് വേണ്ടിയിട്ടും പൈത്തൺ യൂസ് ചെയ്യാം. സോ ഇമ്പോർട്ടൻസ് ഓഫ് പൈത്തൺ. പൈത്തൺ എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നുള്ള പറയുവാണെങ്കിൽ ഏറ്റവും മെയിൻ ആയിട്ട് പറയാവുമ്പോൾ അതിന്റെ ഹൈ ലെവൽ ലാംഗ്വേജ്, അതായത് അതിന്റെ ഈസ് ഓഫ് ലേണിംഗ് ആൻഡ് റീഡബിലിറ്റി ആണ്. ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പോലെ തന്നെ നമുക്ക് പൈത്തൺ ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. പിന്നെ അതിന്റെ വേഴ്സറ്റിലിറ്റി, അതിന് പൈത്തൺ ലാംഗ്വേജ് അഡാപ്റ്റീവ് ആണ്. ദെൻ ലാർജ് ആൻഡ് ആക്റ്റീവ് കമ്മ്യൂണിറ്റി. പൈത്തൺ ലാംഗ്വേജിന്റെ ഒരു ആക്റ്റീവ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് പൈത്തൺ ലാംഗ്വേജിനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്. പിന്നെ ഈ കമ്മ്യൂണിറ്റി ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഒരു എറർ വരുമോ, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പൈത്തൺ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനൊക്കെ സൊല്യൂഷൻസ് ഓൺലൈനായിട്ട് തന്നെ അവൈലബിൾ ആയിരിക്കും ഈ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉള്ളതുകൊണ്ട്. ദെൻ എക്സ്റ്റെൻസീവ് എക്കോസിസ്റ്റം. പൈത്തണിൽ ഒരുപാട് ലൈബ്രറീസ് അവൈലബിൾ ആണ്. അതായത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതിനനുസരിച്ചുള്ള ലൈബ്രറീസ് പൈത്തണിൽ അവൈലബിൾ ആണ്. നമ്മൾ അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിന്റെ പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ലൈബ്രറീസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് സയന്റിഫിക് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നംപൈ യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് പൈത്തൺ പ്രോഗ്രാമിംഗ് ചെയ്തു വരുമ്പോൾ നമുക്കത് പരിചയപ്പെടാവുന്നതാണ്. അപ്പോൾ എക്സ്റ്റെൻസീവ് എക്കോസിസ്റ്റം അതിന്റെ ഒരു വലിയൊരു മെറിറ്റ് ആണ്. ദെൻ ഡാറ്റ സയൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, അതിന് വേണ്ടിയിട്ട് നമുക്ക് പൈത്തൺ യൂസ് ചെയ്യാം. മെഷീൻ ലേണിംഗ് പ്രോഗ്രാംസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പൈത്തൺ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഇതൊരു ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ദെൻ എഡ്യൂക്കേഷണൽ യൂസിന് യൂസ് ചെയ്യാം, കാരണം ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ആൾക്കും എത്രയും പെട്ടെന്ന്, അതായത് കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത ആളുകൾക്ക് തന്നെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ. ഇൻഡസ്ട്രി അഡോപ്ഷൻ, ഇതിന്റെ ഒരു വേഴ്സറ്റിലിറ്റി, പിന്നെ അതിന്റെ ഒരു ആക്റ്റീവ് കമ്മ്യൂണിറ്റി, ദെൻ എക്സ്റ്റെൻസീവ് എക്കോസിസ്റ്റം, ഇതെല്ലാം കാരണം തന്നെ ഇൻഡസ്ട്രി വൈഡ്ലി അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ. ദെൻ അവൈലബിലിറ്റി ഓഫ് ഓൺലൈൻ റിസോഴ്സസ്. ഓൺലൈൻ ഒരുപാട് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈത്തൺ പ്രോഗ്രാംസിന്റെ ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ കോസറയിൽ തന്നെ പൈത്തൺ പ്രോഗ്രാമിംഗ് സിമ്പിൾ ബേസിക് തൊട്ടിട്ട് അതിന്റെ മെഷീൻ ലേണിംഗിന്റെ ഡീപ്പ് ലേണിംഗ്, ഇപ്പോഴത്തെ ട്രാൻസ്ഫോമർ മോഡൽസ് വരെയുള്ള എല്ലാ ട്യൂട്ടോറിയൽസും പൈത്തണിൻ്റെത് ഓൺലൈൻ അവൈലബിൾ ആണ്. കോഴ്സറ, യുഡമി, ഇങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ സൈറ്റിൽ നിങ്ങൾക്ക് കോഴ്സസ് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ പൈത്തൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇതിന്റെ ഏറ്റവും പ്രത്യേകത പറഞ്ഞത് അതിന്റെ റീഡബിലിറ്റിയും സിംപ്ലിസിറ്റിയാണ്. ദെൻ പൈത്തൺ ഡെവലപ്മെന്റ് ടൂൾസ്. പൈത്തൺ പ്രോഗ്രാമിംഗ് നമ്മൾ എന്ത് എൻവയോൺമെന്റിലാണ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നുകിൽ നമുക്ക് python.org എന്ന സൈറ്റിൽ നിന്ന് പൈത്തൺ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പൈത്തൺ 3 ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഇപ്പോൾ വിൻഡോസിന്റെ കേസാണ് ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ ദ പൈത്തൺ 3 ഇൻസ്റ്റാളർ ഫ്രം ദി വെബ്സൈറ്റ് www.python.org. അതല്ലെങ്കിൽ ലിനക്സിന്റെ കേസിലാണെങ്കിൽ പൈത്തൺ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഇനി അഥവാ ഇല്ലെങ്കിൽ സുഡോ ആപ്റ്റ് ഗെറ്റ് അപ്ഡേറ്റ് അല്ലെങ്കിൽ സുഡോ ആപ്റ്റ് ഗെറ്റ് ഇൻസ്റ്റാൾ പൈത്തൺ 3.x, ഈ രണ്ട് കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് ലിനക്സിൽ നിങ്ങൾക്ക് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു python.org പൈത്തൺ 3 ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്കതൊരു മെഷീൻ ലേണിംഗ് പർപ്പസിലേക്കൊന്നും യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം അത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് വരും. സോ നമുക്ക് എല്ലാ പാക്കേജസും ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലാണ് വർക്ക് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് പൈത്തൺ പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എനക്കോണ്ട പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതിൽ നമുക്ക് ഒരുപാട് IDs അവൈലബിൾ ആണ്. ഏത് IDയിൽ വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ എനക്കോണ്ട ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ enaconda.com ഡിസ്ട്രിബ്യൂഷൻ, ഈ ഒരു ലിങ്കിൽ പോയിട്ട് നമുക്ക് എനക്കോണ്ട ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ എനക്കോണ്ടന്റെ ഒരു അതായത് സ്പേസ് കൺസ്ട്രെയിന്റ് ഉള്ള ആൾക്കാർക്ക്, ഇത്രയും സ്റ്റോറേജ് ഇല്ല, സോ എന്നെക്കൊണ്ട് 720+ പാക്കേജസ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിരിക്കും എന്നെക്കൊണ്ട് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ 3 GB അതിൽ അത് ഇൻസ്റ്റാൾ ആയി വരുമ്പോഴത്തേക്ക് 5 GB
നമ്മുടെ സിസ്റ്റം സ്പേസ് യൂട്ടിലൈസ് ചെയ്യും. സോ അത്രയും സിസ്റ്റം സ്പേസ് യൂട്ടിലൈസ് ചെയ്യേണ്ട, നമുക്ക് ആവശ്യത്തിന് മാത്രം പാക്കേജസ് വേണ്ടപ്പോൾ മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ മതിയെങ്കിൽ മിനി കോണ്ട പറഞ്ഞിട്ടുള്ളൊരു വേർഷൻ ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്താൽ മതിയാവും. മിനി കോണ്ട അല്ലെങ്കിൽ അനക്കോണ്ട. അനക്കോണ്ട യൂസ് ചെയ്താൽ പിന്നെ പാക്കേജസ് ഒന്നും ന്യൂലി ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല, അതൊക്കെ അതിൽ തന്നെ ഉണ്ടാവും. സോ ഇതൊക്കെയാണ് പൈത്തൺ ഡെവലപ്മെന്റ് ടൂൾസ്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് പൈത്തൺ സാധാ നോട്ട് പാഡ് പ്ലസ് പ്ലസിലെങ്ങാനും സ്ക്രിപ്റ്റിംഗ് പോലെ ടൈപ്പ് ചെയ്തിട്ട് കമാൻഡ് പ്രോംപ്റ്റ് പോയിട്ട് പൈത്തൺ ഇനി ആ ഒരു ഫയല് ഡോട്ട് പി വൈ എക്സ്റ്റൻഷനിൽ സേവ് ചെയ്യുക. എന്നിട്ട് പൈത്തൺ ഫയൽ ഡോട്ട് പി വൈ ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ട് പൈത്തൺ റൺ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ പൈത്തൺ ഡോട്ട് ഓർഗിൽ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് നോക്കാം, ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത്. പൈത്തൺ ഡൗൺലോഡ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും പൈത്തൺ ഡോട്ട് ഓർഗ് ഡൗൺലോഡ്സ്. ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് പൈത്തൺ ഏത് വേർഷൻ, ഇപ്പോൾ പൈത്തൺ ലേറ്റസ്റ്റ് വേർഷൻ 3.12 ആണ്, 3.12.3. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി പൈത്തൺ ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ട് നമുക്കത് കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് ഇതിൽ പൈത്തൺ ഉണ്ടോന്ന് ചെക്ക് ചെയ്യാം. ഓൾറെഡി നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടോ ചെക്ക് ചെയ്യണമെങ്കിൽ പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ പൈത്തൺ ഇൻസ്റ്റാൾഡ് ആണ്. പൈത്തൺ 3.10.7 എന്നൊരു വേർഷൻ ഇതിൽ ഇൻസ്റ്റാൾഡ് ആണ്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ ഒരു പൈത്തൺ പ്രോഗ്രാം ചെയ്യാണ്. ഒരു വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യാണ്. എ പറഞ്ഞൊരു വേരിയബിൾ ഈക്വൽ ടു എയിലേക്ക് ഒരു വാല്യൂ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യണം. എ ഈക്വൽ ടു 5. ഇത് പറഞ്ഞാൽ ഒരു 5 പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ അസൈൻമെന്റ് ഓപ്പറേറ്റർ, അതായത് ഈക്വൽ ടു പറഞ്ഞിട്ടുള്ള ഓപ്പറേറ്റർ കണ്ടാൽ എ പറഞ്ഞിട്ടൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ആയി ഇരിക്കും. നമ്മുടെ സാധാരണ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന ഇനീഷ്യലൈസേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എ ഈക്വൽ ടു 5, ദെൻ പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എയിലുള്ള കണ്ടന്റ് പ്രിന്റ് ചെയ്യാൻ പറ്റും. പ്രിന്റ് എ എന്ന് പറഞ്ഞാൽ എയിൽ എന്താണോ വാല്യൂ ഉള്ളത് ആ വാല്യൂ അവിടെ പ്രിന്റ് ചെയ്ത് തന്നു. ദെൻ ആ എ പറഞ്ഞിട്ടുള്ളൊരു ഡേറ്റ, അതായത് എ പറഞ്ഞ വേരിയബിളിലെ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് വേറൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. പ്രിന്റ്, ഇതന്നെ പ്രിന്റ് ചെയ്യാണ്. എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? ടൈപ്പ് ഓഫ് എ. ടൈപ്പ് ഓഫ് എ പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. പ്രിന്റ് ഫംഗ്ഷൻ പോലെ തന്നെ വേറൊരു ഫംഗ്ഷൻ. എ എന്നുള്ള വേരിയബിളിനകത്ത് എന്ത് ടൈപ്പ് ഓഫ് ഡാറ്റയാണുള്ളത് എന്നുള്ള കാര്യം ഇതിൽ പ്രിന്റ് ചെയ്യാൻ പറ്റും. ദെൻ ക്ലാസ് ഇൻഡിജർ ടൈപ്പ് ഓഫ് വാല്യൂ ആണ് എ പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ഉള്ളത്. സോ ഇങ്ങനെ നമുക്ക് ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് ഏതാണ്ട് ഓരോ സിംഗിൾ സ്റ്റേറ്റ്മെന്റിലും ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇത് ഒരു ടൈപ്പ് ഓഫ് സാധാരണ കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കണമെങ്കിലൊക്കെ പൈത്തൺ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് റൺ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ വേറൊരു പൈത്തൺ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ, അതായത് ഇതിൽ നമുക്ക് ഐ ഡി എ, പൈത്തന്റെ ഒരു ഐ ഡി എ യൂസ് ചെയ്തിട്ടും ഐ ഡി എ ഇന്ററാക്റ്റീവ് ആയിട്ട് പൈത്തൺ നമുക്ക് റൺ ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്കൊരു സ്ക്രീനിൽ ഇവിടെ നമുക്ക് പൈത്തൺ എൻ്റർ ചെയ്യാം. പൈത്തൺ കമാൻഡ് പ്രോംപ്റ്റ് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഫ്രണ്ട്ലി അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഐഡിയലി ഷെല്ല് യൂസ് ചെയ്തിട്ട് പൈത്തൺ പ്രോഗ്രാം റൺ ചെയ്യാവുന്നതാണ്. ഇവിടെ അതേപോലെ നമുക്ക് എ ഈക്വൽ ടു 4 അല്ലെങ്കിൽ ഹലോ പ്രിന്റ് എ. ഹലോ ആണ് എയിലുള്ള കണ്ടന്റ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ക്ലാസ് എന്താണെന്ന് ചെക്ക് ചെയ്യാം. സോ ദ ഡാറ്റ ടൈപ്പ് ഓഫ് എ, സോ വി ഹാവ് ടു പ്രിന്റ് ദ ടൈപ്പ് ഓഫ് എ and the result will be string type, class string. ഇങ്ങനെ നമുക്ക് പൈത്തൺ ഈ ഒരു എൻവയോൺമെന്റിൽ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ഓക്കെ, ഇങ്ങനെ ഒരു ഇന്ററാക്റ്റീവ് മോഡിൽ നമുക്ക് പൈത്തൺ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന വേറൊരു പൈത്തന്റെ സോഫ്റ്റ്വെയർ ആണ്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു അനക്കോണ്ട. ഇല്ല,
എന്നെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് പൈത്തൺ റൺ ചെയ്യാവുന്നതാണ്. ഇവിടെ എന്നെക്കൊണ്ട് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. സോ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ എന്നെക്കൊണ്ട നാവിഗേറ്റർ ആണ് എടുക്കേണ്ടത്. എന്നെക്കൊണ്ട നാവിഗേറ്റർ ഈ ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്നെക്കൊണ്ട് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഐഡിയിലും നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ സാധാരണ ജുപ്പിറ്റർ അല്ലെങ്കിൽ സ്പൈഡർ ഒരുപാട് ഐഡീസ് അവൈലബിൾ ആണ് എന്നെക്കൊണ്ട്. ഇതൊക്കെ പാക്കേജസ് ഒക്കെ ഓൾറെഡി ഇൻസ്റ്റാൾഡും ആയിരിക്കും. ഇത് കുറച്ച് ടൈം എടുക്കും. അപ്പൊ ഇതാണ് എന്നെക്കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന സ്ക്രീൻ. ഇതിൽ നമുക്ക് ഇതൊക്കെ ഓരോ ഐഡിയയാണ്. ജുപ്പിറ്റർ ലാബ്, ജുപ്പിറ്റർ നോട്ട്ബുക്ക്, പവർഷെൽ പ്രോംപ്റ്റ്, ഇതൊക്കെ നമുക്ക് ലോഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിലൊക്കെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ഇൻസ്റ്റാൾ ആവാത്തത് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യാം. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് ജുപ്പിറ്റർ നോട്ട്ബുക്ക് ആണ്. ഇവിടെ ജുപ്പിറ്റർ നോട്ട്ബുക്ക് യൂസ് ചെയ്തിട്ട് പൈത്തൺ പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ലോഞ്ച് എന്ന് കൊടുത്താൽ മതി. ഇവിടെ ജുപ്പിറ്റർ നോട്ട്ബുക്ക് നമ്മുടെ ബ്രൗസറിൽ ഓപ്പൺ ആയി വരുന്നതാണ്. ദെൻ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂ പൈത്തൺ 3 കേർണൽ കൊടുത്താൽ ഒരു നോട്ട്ബുക്ക് ഓപ്പൺ ആയിട്ട് വരും. അവിടെ നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യാവുന്നതാണ്. ഇതാണ് ജുപ്പിറ്റർ നോട്ട്ബുക്ക്. ഇതിൽ നമുക്ക് ഓരോ സെല്ലിലും പ്രോഗ്രാം കോഡ് എഴുതാം. നേരത്തെ നമ്മൾ യൂസ് ചെയ്ത കോഡ് തന്നെ വേണമെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാം. A=5 പ്രിന്റ് A പ്രിന്റ് ടൈപ്പ് ഓഫ് A. ഇവിടെ രണ്ട് ഫംഗ്ഷൻസ് നമ്മൾ പരിചയപ്പെട്ടു, പ്രിന്റ് ഫംഗ്ഷൻ ആൻഡ് ടൈപ്പ് ഫംഗ്ഷൻ. ഇവിടെ ഈ ഒരു സെല്ല് റൺ ചെയ്യണമെങ്കിൽ നമുക്ക് കാണാം റിസൾട്ട് 5 ക്ലാസ്സിന്റെ. കുറച്ചും കൂടെ ഈസി ആയിട്ട് പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ജുപ്പിറ്റർ നോട്ട്ബുക്ക് എന്നെക്കൊണ്ട് അല്ലെങ്കിൽ ജുപ്പിറ്റർ നോട്ട്ബുക്ക് ഡയറക്റ്റ്ലി ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് IDEs ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് പറഞ്ഞത്. ദെൻ മിനിക്കോണ്ട എന്നെക്കൊണ്ട് പോലെ തന്നെ, പക്ഷേ ഇതിൽ നമുക്ക് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ പാക്കേജസ് ഒക്കെ ആവശ്യം വരുമ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇനി ഈ പാക്കേജ് മാനേജേഴ്സിനെ കുറിച്ച് പറയാം. പൈത്തൺ പാക്കേജ് മാനേജേഴ്സ്, അതായത് ഒരു പാക്കേജ് നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ അതിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. പൈത്തൺ യൂട്ടിലിറ്റി ഇന്റൻഡഡ് ടു സിംപ്ലിഫൈ ദി ടാസ്ക് ഓഫ് ലൊക്കേറ്റിംഗ്, ഇൻസ്റ്റാളിംഗ്, അപ്ഗ്രേഡിംഗ് ആൻഡ് റിമൂവിംഗ് പൈത്തൺ പാക്കേജസ്. ഇവിടെ പിപ്പ് അല്ലെങ്കിൽ കോണ്ട ഈ രണ്ട് കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് പാക്കേജ് ഇല്ലെങ്കിൽ അതിനെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇതിന് യൂസ് ചെയ്യുന്ന കോഡ് എന്താണെന്ന് വെച്ചാൽ പിപ്പ് ഇൻസ്റ്റാൾ യുവർ പാക്കേജ് നെയിം അല്ലെങ്കിൽ കോണ്ട ഇൻസ്റ്റാൾ യുവർ പാക്കേജ് നെയിം. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു പാക്കേജ് മിസ്സിംഗ് ആണെങ്കിൽ, ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലിപ്പോൾ ഒരു പാക്കേജ് ഇല്ല, ഇങ്ങനെ ഒരു പാക്കേജ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഇത് ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്താൽ മതി. ദെൻ പറയാനുള്ളത് വെർച്വൽ എൻവയോൺമെന്റിനെ കുറിച്ചാണ്. ഇപ്പൊ നമ്മൾ എനക്കോണ്ട യൂസ് ചെയ്തിരുന്നു. ഇവിടെ ഉള്ള എൻവയോൺമെന്റ് ബേസ് എൻവയോൺമെന്റ് ഫസ്റ്റ് കാണുന്നതാണ്. ബേസ് എൻവയോൺമെന്റിലാണ് നമ്മൾ ഇപ്പോൾ കറന്റ്ലി എനക്കോണ്ടയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം ഇതെല്ലാം ബേസ് എൻവയോൺമെന്റിൽ ഇൻസ്റ്റാൾഡ് ആണ്. ജസ്റ്റ് ലോഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ രണ്ട് IDE ആണ് ഇൻസ്റ്റാൾഡ് അല്ലാത്തത്. പിന്നെ ഇവിടെ താഴെ കുറച്ചൊന്നും ഇൻസ്റ്റാൾഡ് അല്ല. അപ്പോൾ ബേസ്, അതായത് ഏറ്റവും ഈ ഒരു എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ എൻവയോൺമെന്റിലുള്ള പാക്കേജസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ ഈ എൻവയോൺമെന്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ, അതായത് ഇവിടെ ഇപ്പോൾ പൈത്തന്റെ രണ്ട് എൻവയോൺമെന്റ് ആണ് ഉള്ളത്. കറന്റ്ലി നമ്മൾ വർക്ക് ചെയ്യുന്നത് ഈ എൻവയോൺമെന്റിലാണ്. ദെൻ ഇത് സെലക്ട് ചെയ്താൽ വേറൊരു എൻവയോൺമെന്റിലേക്ക് മാറി. അപ്പൊ അതിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാക്കേജസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഇത് എന്തിനാ ഇതിന്റെ ഒരു യൂസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഒരു പർട്ടിക്കുലർ പാക്കേജിന്റെ ഒരു പർട്ടിക്കുലർ വേർഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോ നമ്മൾ വേറൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ആ ഒരു പാക്കേജിനെ തന്നെ വേറൊരു വേർഷനിലേക്ക് യൂസ് ചെയ്യുക. അപ്പൊ ഈ രണ്ടും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും.
ഈ പാക്കേജിന്റെ ലേറ്റസ്റ്റ് വേർഷൻ എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അപ്പൊ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ വെർച്വൽ എൻവയോൺമെന്റ് ഉണ്ടെങ്കിൽ ആ എൻവയോൺമെന്റിൽ കയറിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഏത് പാക്കേജ് ആണോ ഏത് വേർഷൻ ആണോ യൂസ് ചെയ്തത് അതിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. സോ ഇപ്പൊ പൈത്തൺ ഓൾഡ് വേർഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇനി ഇവിടെ ഹോം പോയി നോക്കിയാൽ കാണാം ഇതൊന്നും ഇതിൽ ഇൻസ്റ്റാൾഡ് അല്ല. ഇതൊന്നും ഇൻസ്റ്റാൾഡ് അല്ല. നമുക്ക് ആകെ ജുപ്പിറ്റർ നോട്ട്ബുക്ക് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം, എന്നിട്ടേ ലോഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ഇതിനൊരു ഡിഫറൻസ് പറയുന്നത്. പർട്ടിക്കുലർ ഇതിൽ നമുക്ക് വേണമെങ്കിൽ നേരിട്ട് തന്നെ ബേസ് എൻവയോൺമെന്റ് ആക്കി മാറ്റിയാൽ ജുപ്പിറ്റർ നോട്ട്ബുക്കിൽ വർക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ വേറെ കുറെ ഐഡിയസ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് ഭാഗത്ത് പറയാനുള്ളത്. സോ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാണ്. പൈത്തൺ ഇത്രയും ഡെവലപ്മെന്റ് ടൂൾസ് ഉണ്ട്. അതല്ലാതെ നമ്മൾ സിമ്പിൾ ആയിട്ട് പൈത്തൺ പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ട്യൂട്ടോറിയലിൽ യൂസ് ചെയ്തിരുന്നത് കൊളാബറേറ്ററി, അതായത് ഗൂഗിൾ കൊളാബ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലോസ് ചെയ്യാം. ജുപ്പിറ്റർ നോട്ട്ബുക്ക് പോലെ തന്നെ കാണാൻ അതിന്റെ ഒരു മിമിക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഐഡിയ ആണ് ഗൂഗിൾ കൊളാബ്. ഗൂഗിൾ കൊളാബ് നമുക്ക് ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കും. അതിൽ നമുക്ക് അത്രയും റിസോഴ്സസ് കുറച്ചും കൂടെ കമ്പ്യൂട്ടേഷനിൽ ഇന്റൻസീവ് ആയിട്ടുള്ള വർക്ക് ചെയ്യണമെങ്കിൽ ഗൂഗിൾ കൊളാബിന്റെ പെയ്ഡ് വേർഷൻസ് ഉണ്ട്. കുറച്ചും കൂടെ റാം ആൻഡ് GPUവിന്റെ വേർഷൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് അത് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് ഗൂഗിൾ കൊളാബ് എങ്ങനെ ഓപ്പൺ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഗൂഗിളിൽ ജസ്റ്റ് കൊളാബ് ഒന്ന് സെർച്ച് ചെയ്യാം. ദെൻ collab.research.google.com എന്നുള്ള സൈറ്റിലേക്ക് നമുക്ക് ലിങ്ക് ഫസ്റ്റ് തന്നെ വരും. വെൽക്കം ടു കൊളാബറേറ്ററി. അവിടെ നമുക്ക് ന്യൂ നോട്ട്ബുക്ക് സെലക്ട് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ട് നോട്ട്ബുക്ക് ഇവിടെ കാണാം. ഇത് ഗൂഗിൾ ഡ്രൈവ് ആയിട്ട് ലിങ്ക് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തതിന് ശേഷം കൊളാബ് നോട്ട്ബുക്ക് വർക്ക് ചെയ്യുള്ളൂ. ഇതാണ് ഗൂഗിൾ കൊളാബ്. ഇതിന് നമ്മുടെ ജുപ്പിറ്റർ നോട്ട്ബുക്കിന്റെ സെയിം ഒരു സ്ട്രക്ചർ ആണുള്ളത്. ഇവിടെ ഇതാണ് ജുപ്പിറ്റർ നോട്ട്ബുക്ക് കണ്ട പോലെ തന്നെ സെല്ല്. ഇതിൽ നമുക്ക് പ്രോഗ്രാം റൺ ചെയ്യാം. പിന്നെ അതേപോലെ ഇവിടെ ഈ ഒരു കൊളാബറേറ്ററിയുടെ ഈ നോട്ട്ബുക്കിന്റെ പേര് നമുക്ക് ഇവിടെ കൊടുക്കാം, മാറ്റാം. പൈത്തൺ 1, പൈത്തൺ ബേസിക്സ്. പൈത്തൺ ബേസിക്സിന് വേണ്ടിയിട്ടുള്ള ഒരു കൊളാബ് നോട്ട്ബുക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ തന്നെ ഇതിൽ നമുക്ക് ഈ ഒരു സെല്ലിൽ നമുക്ക് കോഡ് ടൈപ്പ് ചെയ്യാം. അതേപോലെ നമുക്ക് ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ട് ഇവിടെ കോഡ് ആൻഡ് ടെക്സ്റ്റ് ഉണ്ട്. ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്കൊരു ടെക്സ്റ്റ് സെല്ലാണ് ഓപ്പൺ ആയി വരുന്നത്. അവിടെ നമുക്ക് പൈത്തൺ ബേസിക്സ് അല്ലെങ്കിൽ എന്താണോ നമുക്ക് അതിലൊരു ഡോക്യുമെന്റേഷന് വേണ്ടി യൂസ് ചെയ്യാൻ കൊടുക്കേണ്ട മെസ്സേജ് അത് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് സെല്ലിൽ യൂസ് ചെയ്യാം. ഇനി ഈ ടെക്സ്റ്റ് സെല്ലിൽ മുകളിലാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ മുകളിലേക്ക് മാറ്റാം. പൈത്തൺ ബേസിക്സിന്റെ ഒരു ക്ലാസ് ആണ്, അതുകൊണ്ട് നമ്മൾ ഇവിടെ പൈത്തൺ ബേസിക്സ് എന്ന് കൊടുത്തു. സോ ഇതാണ് കൊളാബിന്റെ ഒരു ചെറിയ രൂപം. ഇവിടെ നമുക്ക് ഇനി കൊളാബിലേക്ക് കണക്ട് ചെയ്യാം. ഇത് നമുക്ക് ഹോസ്റ്റഡ് റൺ ടൈമിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ കണക്ട് ടു ലോക്കൽ റൺ ടൈമിൽ കണക്ട് ചെയ്യാം. ഹോസ്റ്റഡ് റൺ ടൈമിലാണ് നമ്മൾ കണക്ട് ചെയ്യുക സാധാരണ. കാരണം ഈ ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഗൂഗിൾ കുറച്ച് സ്പേസും റാമും പിന്നെ GPU ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അവരുടെ റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സാധാ കണക്ട് ചെയ്ത് തരട്ടെ, അപ്പൊ നോക്കാം. ഓക്കെ, ഇത് കണക്റ്റഡ് ആണ്. അപ്പൊ ഇവിടെ റാമും ഡിസ്കും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വ്യൂ റിസോഴ്സസ് കണ്ടാൽ നമുക്ക് കാണാൻ പറ്റും. 12.7 GB റാം, 107.7 GB ഡിസ്കും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. സോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ റൺ ടൈം ചേഞ്ച് ചെയ്യാം. സാധാരണ നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ ഇപ്പോൾ സ്ക്രിപ്റ്റിംഗ് അല്ലെങ്കിൽ സാധാ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് CPU ആവശ്യമുള്ളൂ. ഇനി നിങ്ങൾ മെഷീൻ ലേണിംഗിന്റെ കുറച്ചും കൂടെ ഇന്റൻസീവ് ആയിട്ട് റിസോഴ്സസ് യൂസ് ചെയ്യുകയാണെങ്കിൽ റൺ ടൈം ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ചേഞ്ച് റൺ ടൈം ടൈപ്പ്. ഇവിടെ നമുക്ക് T4 GPU ഉണ്ട്. GPU കണക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ദെൻ ഇവിടെ നമ്മൾ റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത് കണക്ട് ചെയ്തിട്ട് പുതിയതായിട്ട് വരും. കണക്ട് ആവുന്നുണ്ട്. അതിനിപ്പോൾ നമ്മൾ ഇവിടെ ഇത് യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് GPUവിന്റെ ആവശ്യമില്ല, സാധാ പ്രോഗ്രാമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റിലീസ് ചെയ്യാം.
വെറുതെ കണക്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞതാണ്. TPU ഉണ്ട്, GPU ഉണ്ട്. സോ നമ്മൾ CPU ആണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് പൈത്തൺ വേർഷൻ ഇവിടെ ഉണ്ട്. പൈത്തൺ അല്ലെങ്കിൽ R പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇവിടെ നമ്മൾ കൊളാബ് അതിന് രണ്ടിനും പറ്റും. സോ പൈത്തൺ 3 ആണ് ഇവിടെ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദെൻ CPU ഇതിന് സേവ് ചെയ്യാം. അപ്പോൾ പൈത്തൺ പ്രോഗ്രാംസ് റൺ ചെയ്യാൻ വേണ്ടി നമുക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കൊലാബ് നോട്ട്ബുക്ക്. കൊലാബ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓൺലൈൻ റിസോഴ്സസ് അവൈലബിൾ ആയതുകൊണ്ട് ഇതായിരിക്കും ഏറ്റവും ഈസി ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടും. കോൺഫിഗറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കേസ് ഇതിൽ വരുന്നില്ല. സോ ഇവിടെ നമ്മൾ ഇത്രയും ഐഡിയസ് നമ്മൾ വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റും. ദെൻ ഇവിടെ നമ്മൾ ഫസ്റ്റ് പൈത്തൺ പ്രോഗ്രാം റൺ ചെയ്യാൻ പോവാണ് കൊളാബ് നോട്ട്ബുക്കിൽ. പ്രിന്റ് ഹലോ വേൾഡ്. ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോഴും നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യുക. സോ ഇവിടെ നമ്മൾ പ്രിന്റ് പറയുന്ന ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. പ്രിന്റ് ഡബിൾ കോട്ട്സിൽ ഹലോ വേൾഡ്. ഈ ഒരു സെല്ല് റൺ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഹലോ വേൾഡ് എന്നിട്ട് പ്രിന്റ് ചെയ്ത് വന്നു. അതല്ലെങ്കിൽ ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. ഷിഫ്റ്റ് പ്ലസ് എൻ്റർ. അപ്പോഴും ഈ ഒരു സെല്ല് റൺ ചെയ്യും. അപ്പൊ ഇതാണ് പൈത്തൺ ഒരു പ്രോഗ്രാം എഴുതാനുള്ള മിനിമം അറിയേണ്ട കാര്യങ്ങൾ. ഇനി പൈത്തൺ പ്രോഗ്രാമിങ്ങിന്റെ ബേസിക്സിലേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ പൈത്തൺ ഡാറ്റ ടൈപ്സിനെ കുറിച്ചാണ്. നമ്മൾ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഉള്ളതുപോലെ തന്നെയുള്ള ഡാറ്റ ടൈപ്സ് പൈത്തണിലും അവൈലബിൾ ആണ്. ഇൻറ്റിജർ, ഫ്ലോട്ട്, സ്ട്രിങ്, ബൂലിയൻ, കോംപ്ലക്സ് കുറച്ചും കൂടി ഈസി ആയിട്ട് പൈത്തണിൽ ഹാൻഡിൽ ചെയ്യാം. സോ ഇവിടെ നമുക്ക് ഈ പ്രോഗ്രാം ഒക്കെ ചെയ്ത് നോക്കാം. പ്രിന്റ് a = 5, ഫ്ലോട്ട് ആകുമ്പോൾ ഒരു ഫ്രാക്ഷണൽ വാല്യൂ, ദെൻ സ്ട്രിങ്, ദെൻ ബൂലിയൻ ആകുമ്പോൾ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ട്രൂവിന്റെ T ക്യാപിറ്റൽ ആയിരിക്കും, ഫാൾസിന്റെ F ക്യാപിറ്റൽ ആയിരിക്കും. അതൊക്കെ ഐഡന്റിഫൈഡ് ആണ്. കീവേഡ്സ് ആണ് റിസർവ്ഡ് ആണ്. ദെൻ കോംപ്ലക്സ് നമ്പർ. ഇത് നമുക്ക് ജസ്റ്റ് നമ്മുടെ കൊളാബിൽ ഒന്ന് ചെയ്ത് നോക്കാം. a = 5, print a, print type of a. എന്നിട്ട് ഈ ഒരു സെല്ല് റൺ ചെയ്യാം. അപ്പോൾ എയുടെ വാല്യൂ 5 ആണ്. ഇതൊരു ഡൈനാമിക്കലി ബൈൻഡിങ് ആണ് പൈത്തണിൽ നടക്കുന്നത്. സോ നമുക്ക് വേറൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ലൈക്ക് C++, ജാവ ഒക്കെ ആകുമ്പോൾ ഒരു വേരിയബിൾ ആവശ്യമായി വരുമ്പോൾ അതിന് നമുക്ക് അപ്പൊ തന്നെ പോയിട്ട് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റില്ല. പകരം എന്ത് വേണ്ടി വരും? വേരിയബിൾ ഡിക്ലറേഷൻ എന്നൊരു പാർട്ടും കൂടെ ഉണ്ട്. അതായത് ഇൻറ്റിജർ ടൈപ്പ് വേരിയബിൾ യൂസ് ചെയ്യണമെങ്കിൽ ഇൻറ്റ് എ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം ഡിക്ലെയർ ചെയ്ത് വെക്കണം. പക്ഷേ ഇത് ഡൈനാമിക്കലി ബൈൻഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പൈത്തണിൽ ഇനീഷ്യലൈസേഷന്റെ സെക്ഷൻ വരുമ്പോഴാണ് എ പറഞ്ഞിട്ടുള്ള വേരിയബിളിൽ എന്ത് ടൈപ്പ് എന്നുള്ള കാര്യം ബൈൻഡ് ചെയ്യുന്നത്. a = 5 എന്ന് പറയുമ്പോൾ ഒരു a പറഞ്ഞിട്ടുള്ള വേരിയബിൾ ഉണ്ടാവും, ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ആ a പറഞ്ഞിട്ടുള്ള വേരിയബിളിലേക്ക് ഏത് ടൈപ്പ് ഡാറ്റയാണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നത് ആ ടൈപ്പ് ആയിരിക്കും ആ വേരിയബിളിന്. ഇവിടെ ഇൻഡ് ആയതുകൊണ്ട് ഇൻറ്റിജർ വാല്യൂ 5 ഒരു ഇൻറ്റിജർ വാല്യൂ ആയതുകൊണ്ട് എയുടെ ടൈപ്പ് ഇൻഡ് ആയി. ദെൻ നമുക്ക് b = 1.4, 1.6, print b, print type of b. ഇത് റൺ ചെയ്ത് നോക്കിയാൽ 1.6 വാല്യൂ പ്രിന്റ് ചെയ്തു. ദെൻ ക്ലാസ് ഫ്ലോട്ട്. ബിയുടെ ടൈപ്പ് ഫ്ലോട്ട് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. കാരണം ബി ഒരു 1.6 എന്ന വേരിയബിൾ വാല്യൂ ആണ് ബിയിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ദെൻ അനദർ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യാവുന്നത് സ്ട്രിംഗ് ടൈപ്പ്. S1 = hello, print S1, print type of S1. സോ ഇതാണ് ഡാറ്റ ടൈപ്പ് ആൻഡ് ഇറ്റ്സ് വേരിയബിൾ ഡിക്ലറേഷൻ ഇല്ലാതെ ഡൈനാമിക് ബൈൻഡിങ് സപ്പോർട്ട് ചെയ്യുന്ന പൈത്തൺ ഒരു ഫീച്ചർ.
ഇതേപോലെ നമുക്ക് ബൂലിയൻ വാല്യൂ, ദെൻ കോംപ്ലക്സ് നമ്പർ, ഇതെല്ലാം നമുക്ക് റൺ ചെയ്യാവുന്നതാണ്. ഇവിടെ ചെയ്ത് നോക്കാവുന്നതാണ്. ബി ഈക്വൽ ടു ട്രൂ, പ്രിന്റ് ബി പറയുമ്പോൾ ബിന്റെ വാല്യൂ ട്രൂ ആണെന്നുള്ളത് പ്രിന്റ് ചെയ്യും. പ്രിന്റ് ടൈപ്പ് ഓഫ് ബി എന്ന് പറയുമ്പോൾ ക്ലാസ് ബൂലിയൻ വരും. അതേപോലെ കോംപ്ലക്സ് നമ്പറിന്റെ കേസിൽ ടി ഈക്വൽ ടു ഒരു റിയൽ പാർട്ടും ഒരു ഇമാജിനറി പാർട്ടും. 5+3j, പ്രിന്റ് ടി പറയുമ്പോൾ 5+3j പ്രിന്റ് ചെയ്ത് വരും. പ്രിന്റ് ടൈപ്പ് ഓഫ് ടി പറയുമ്പോൾ അതൊരു കോംപ്ലക്സ് നമ്പർ ആണെന്നുള്ള കാര്യം റിട്ടേൺ ചെയ്യും. നെക്സ്റ്റ് ടൈപ്പ് കൺവേർഷൻ ആണ്. പൈത്തണിലും ഇംപ്ലിസിറ്റ് കൺവേർഷനും എക്സ്പ്ലിസിറ്റ് കൺവേർഷനും ഉണ്ട്. ഇവിടെ ഇംപ്ലിസിറ്റ് കൺവേർഷന്റെ കേസിൽ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഇനീഷ്യലൈസ് ചെയ്തു. ഇന്റിജർ നമ്പർ നമുക്കൊരു വേരിയബിൾ ഉണ്ട്, അതിലേക്ക് 123 നമ്പർ 123 കൊടുത്തു. ദെൻ ഫ്ലോട്ട് നമ്പറിലേക്ക് 1.23 കൊടുത്തു. ദെൻ നമ്മൾ ഇന്റിജർ വാല്യൂവും ഫ്ലോട്ട് വാല്യൂവും കൂടെ ആഡ് ചെയ്യുവാണ്. എന്നിട്ട് ന്യൂ നമ്പർ എന്നിട്ടുള്ള പുതിയൊരു വേരിയബിളിലേക്കാണ് ഇതിന്റെ റിസൾട്ട് പോകുന്നത്. ന്യൂ നമ്പർ ഈക്വൽ ടു ഇന്റിജർ നമ്പർ പ്ലസ് ഫ്ലോട്ട് നമ്പർ, ഡിസ്പ്ലേ ന്യൂ വാല്യൂ ആൻഡ് റിസൾട്ടിംഗ് ഡാറ്റ ടൈപ്പ്. സോ ഇന്റിജർ നമ്പറും ഫ്ലോട്ട് നമ്പറും ആഡ് ചെയ്യുമ്പോൾ ന്യൂ നമ്പറിലേക്ക് പോകുന്നത് ഫ്ലോട്ട് നമ്പർ ആണ്. അതായത് ഇതാണ് ഒരു ഇംപ്ലിസിറ്റ് കൺവേർഷൻ ഇവിടെ നടക്കുന്നത്. ഇന്റിജറും ഫ്ലോട്ടും ഉണ്ട്. അപ്പൊ ഇന്റിജറിലേക്ക് ഫ്ലോട്ടിനെ ഹോൾഡ് ചെയ്യാം. ഇന്റിജർ ടൈപ്പിൽ ഫ്ലോട്ടിനെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇത് രണ്ടിന്റെ റിസൾട്ടിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഓട്ടോമാറ്റിക്കലി പൈത്തൺ ഫ്ലോട്ട് വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. സോ പ്രിന്റ് വാല്യൂ ഓഫ് ന്യൂ നമ്പർ, ഡാറ്റ ടൈപ്പ് ഓഫ് ന്യൂ നമ്പർ എന്തായിരിക്കും, ഫ്ലോട്ട് ആയിരിക്കും. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഉണ്ടാവുന്നില്ല, നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. x1 equal to 12, x2 equal to 1.2, x3 equal to x1 plus x2. രണ്ട് വാല്യൂസ് നമ്മൾ ആഡ് ചെയ്തു. ഒന്ന് ഫ്ലോട്ട് ആണ്, ഒന്ന് ഇന്റിജർ ആണ്. ദെൻ പ്രിന്റ് x3, പ്രിന്റ് ടൈപ്പ് ഓഫ് x3. x1 x2 ആഡ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ ഫ്ലോട്ട് ആയിട്ടാണ്, x3യുടെ ഡാറ്റ ടൈപ്പ് ഫ്ലോട്ട് ആയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇന്റിജർ ടൈപ്പും ഫ്ലോട്ടും ആഡ് ചെയ്താൽ അതിന്റെ റിസൾട്ടിങ് വേരിയബിള് ഫ്ലോട്ട് ആയിട്ടാണ് മാറുന്നത്. ഇതാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. ഇവിടെ നമുക്ക് x1ന്റെ ടൈപ്പ് ഓഫ് x1 പ്രിന്റ് ചെയ്യാം. ടൈപ്പ് ഓഫ് x2 പ്രിന്റ് ചെയ്യാം. ഇവിടെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ മറന്നു. പ്രിന്റ് ഫംഗ്ഷൻ ഉള്ളിൽ വേണം ടൈപ്പ് ഓഫ് x1 കൊടുക്കാൻ. പ്രിന്റ് ടൈപ്പ് ഓഫ് x2. അപ്പോൾ x1 ഇന്റിജർ ആയിരുന്നു, x2 ഫ്ലോട്ട് ആയിരുന്നു. ദെൻ അതിന്റെ റിസൾട്ട് 13.2 ഒരു ഫ്ലോട്ട് നമ്പർ ആണ് വന്നത്. സോ ടൈപ്പ് കൺവേർഷൻ ഓട്ടോമാറ്റിക്കലി പെർഫോം ചെയ്തു. അതാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. x3യുടെ ഡാറ്റ ടൈപ്പ് പറയുന്നത് ഫ്ലോട്ട് ആയിട്ടാണ് ഇവിടെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷന്റെ കേസ് എന്താ വെച്ചാൽ നമുക്ക് ഒരു ടൈപ്പ് കൺവേർഷൻ ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇന്റ് ബ്രാക്കറ്റ്, ഫ്ലോട്ട് ബ്രാക്കറ്റ്, str ബ്രാക്കറ്റ്, ഇങ്ങനെ നമുക്ക് ടൈപ്പ് കൺവേർഷൻ ചെയ്യാൻ പറ്റും. അതായത് ടൈപ്പ് കൺവേർഷൻ മാനുവലി പെർഫോം ചെയ്യാണ് എക്സ്പ്ലിസിറ്റ് കൺവേർഷന്റെ കേസിൽ. ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് കാണാം നം സ്ട്രിംഗ് 12, ഇതൊരു സ്ട്രിംഗ് വേരിയബിൾ ആണ്. നം ഇന്റിജർ 23 ഒരു ഇന്റിജർ ടൈപ്പ് ആണ്. ദെൻ പ്രിന്റ് ഡാറ്റ ടൈപ്പ് ഓഫ് നം സ്ട്രിംഗ് ബിഫോർ ടൈപ്പ് കാസ്റ്റിംഗ്. ബിഫോർ ടൈപ്പ് കാസ്റ്റിംഗിൽ ഈ ഒരു നം സ്ട്രിംഗിന്റെ ഡാറ്റ ടൈപ്പ് പറയുന്നത് എന്തായിരിക്കും, സ്ട്രിംഗ് ആയിരിക്കും. ദെൻ നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്നത് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ആണ്. നം സ്ട്രിംഗ് ഈക്വൽ ടു ഇന്റ് ഓഫ് നം സ്ട്രിംഗ്. അതായത് 12 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രിങ്ങിനെ ഇത് സ്ട്രിംഗ് ആയിട്ട് എടുക്കാൻ കാണാൻ ഇന്റിജർ വാല്യൂ ആണെങ്കിലും നമ്മൾ സിംഗിൾ കോട്ട്സിൽ കൊടുത്തതുകൊണ്ട് അതിനെ സ്ട്രിംഗ് ആയിട്ടാണ് എടുക്കുക.
സോ ഇതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്? ഇൻഡിജർ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഇൻഡിജർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻറ്റ് നം സ്ട്രിങ്, ഇൻഡ് ഓഫ് നം സ്ട്രിങ്. സോ നം സ്ട്രിങ്ങിന്റെ വാല്യൂ എന്തായി മാറി? ഇൻഡിജർ ഡാറ്റ ടൈപ്പ് ആയിട്ട് മാറി. ദെൻ പ്രിന്റ് ഡാറ്റ ടൈപ്പ് ഓഫ് നം സ്ട്രിങ് ആഫ്റ്റർ ടൈപ്പ് കാസ്റ്റിംഗ്. സോ ദ വാല്യൂ വിൽ ബി എന്തായിരിക്കും? ടൈപ്പ് ഇൻഡിജർ ആയിരിക്കും, ക്ലാസ് ഇൻഡ് ആയിരിക്കും ഇതിന്റെ റിസൾട്ട് വരുന്നത്. ദെൻ നം സം ഈക്വൽ ടു നം ഇൻഡിജർ പ്ലസ് നം സ്ട്രിങ്. കാരണം നമുക്ക് ഒരു ഇൻഡിജർ വാല്യൂ ഒരു സ്ട്രിങ് വാല്യൂവിന് ആഡ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ഇതിന് ആഡ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ നടത്തണം. സ്ട്രിങ് വാല്യൂനെ ഇൻഡിജർ ആക്കി മാറ്റണം. അതിനാണ് ഇൻഡ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലെ ഫ്ലോട്ട് എക്സ്റ്റീർ ഇതൊക്കെ ഉണ്ട്. വേറൊരു വാല്യൂവിനെ ഫ്ലോട്ട് ആക്കി മാറ്റണമെങ്കിൽ ഫ്ലോട്ട് ഓഫ് ആ വാല്യൂ കൊടുക്കാം. ദെൻ സ്ട്രിങ്ങിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ STR ഓഫ് ആ വാല്യൂ കൊടുത്താൽ ഇങ്ങനെ നമുക്ക് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ട് ടൈപ്പ് കാസ്റ്റിംഗ് നടത്തുന്നതിനാണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം വേണമെങ്കിൽ. A S1 equal to 14 സ്ട്രിങ് വാല്യൂ ആണ്. പ്രിന്റ് ടൈപ്പ് ഓഫ് S1 എന്തായിരിക്കും? സ്ട്രിങ് ആണ്. ദെൻ S2 equal to 15 പ്രിന്റ് ടൈപ്പ് ഓഫ് S2 എന്തായിരിക്കും? ഇൻഡിജർ ആണ്. ഇത് സ്ട്രിങ് വാല്യൂ ഒരു ഇൻഡിജർ വാല്യൂ. ദെൻ നമ്മൾ വി ആർ ഗോയിങ് ടു പ്രിന്റ് S3. S3യുടെ വാല്യൂ S3 equal to S1 plus S2. ഇത് എറർ ആയിരിക്കും, കാരണം നമ്മൾ ഒരു ഇൻഡിജർ വാല്യൂവിനെ സ്ട്രിങ് വാല്യൂ ആയിട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ദെൻ പ്രിന്റ് S3. ടൈപ്പ് എറർ വന്നു. ഇതിന് ടൈപ്പ് ഡിഫറെന്റ് ആണ്. സോ ടൈപ്പ് എറർ കാൻ ഓൺലി കോൺകാറ്റനേറ്റ് സ്ട്രിങ് നോട്ട് ഇൻ ടു സ്ട്രിങ്. സോ നമ്മളിവിടെ എന്ത് ചെയ്യണം? S1നെ ഇൻഡിജർ ആക്കി മാറ്റണം. അതിന് നമ്മൾ S1 ഈക്വൽ ടു ഇൻഡ് ഓഫ് S1. ഇനി ഇത് റൺ ചെയ്താൽ റിസൾട്ട് കിട്ടും. സ്ട്രിങ്ങും ഇൻഡിജറും ആണ്. S3യുടെ വാല്യൂ 29 റിസൾട്ട് കിട്ടി. ദെൻ പ്രിന്റ് ടൈപ്പ് ഓഫ് S3 എന്തായിരിക്കും? ഇൻഡിജർ ആയിരിക്കും. ഇൻഡിജർ വാല്യൂ ആഡ് ചെയ്താൽ അതിന്റെ റിസൾട്ടും ഇൻഡിജർ ആയിരിക്കും. സോ ഇതാണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. ഇനി അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് സാധാരണ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഉള്ളതുപോലെ തന്നെ പൈത്തണിലും അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയായിരിക്കും? അഡീഷൻ പ്ലസ്, ഡിഫറൻസ് കാണണമെങ്കിൽ മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർ, കോഷ്യന്റ് ഡിവിഷൻ, ദെൻ ഇൻഡിജർ ഡിവിഷൻ, അതായത് ഇൻഡിജർ കോഷ്യന്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ദെൻ മോഡുലസ് ഓപ്പറേറ്റർ, ദെൻ സ്റ്റാർ ഓപ്പറേഷൻ. ഡബിൾ സ്റ്റാർ പറയുമ്പോൾ പവർ ഓപ്പറേറ്റർ. സോ A equal to 7, B equal to 3 രണ്ട് വാല്യൂ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. A equal to 7, B equal to 3. First of all, we are going to print A plus B. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കൊടുത്ത് നമുക്ക് റിസൾട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റും. 10. Then print A minus B. 4. Then print A star B. അപ്പോൾ 3 ഓപ്പറേഷൻസ് ആയി. പ്ലസ് അഡീഷൻ, ഡിഫറൻസ്, സ്റ്റാർ ഓപ്പറേഷൻ, മൾട്ടിപ്ലിക്കേഷൻ. ഇനി ഡിവിഷൻ ഉണ്ടായിരുന്നു. പ്രിന്റ് A ഡിവൈഡഡ് ബൈ B. അതേപോലെ പ്രിന്റ് ഇൻഡിജർ ഡിവിഷൻ A ഡബിൾ ഡിവൈഡഡ് ബൈ B. അതായത് ഫ്രാക്ഷണൽ പാർട്ട് ഡിസ്കാർഡ് ചെയ്തിട്ട് ഇൻഡിജർ പാർട്ട് മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡിജർ ഡിവിഷൻ പെർഫോം ചെയ്യുന്നത്. ദെൻ മോഡുലസ് ഓപ്പറേറ്റർ ഉണ്ട്. പ്രിന്റ് A mod B. അഗെയിൻ
പ്രിന്റ് എ ഡബിൾ സ്റ്റാർ ബി പവർ ഓപ്പറേറ്റർ എ റേസ് ടു സംതിങ് അത് ഇവിടെ 7 റേസ് ടു 3 ആയിരിക്കും വരെ. ഇതിന്റെ റിസൾട്ട് എല്ലാം ഇവിടെ പ്രിന്റ് ചെയ്ത് വരുന്നതാണ്. 10, 4, 21 ഇവിടെ എ ഡിവൈഡഡ് ബി ആയതുകൊണ്ട് ഇന്റിജർ ഡിവിഷൻ ഇന്റിജർ ഡിവിഷന്റെ റിസൾട്ട് 2 മാത്രം എടുക്കും. സാധാ ഡിവിഷനാണ് 2.333 സംതിങ്. എ മോഡ് ബി പറയുമ്പോൾ 7/3 അതിന്റെ മോഡുലസ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. റിമൈൻഡർ പാർട്ട് 1 ആയിരിക്കും. 6 ആണ് ഈസിലി ഡിവൈഡ് ചെയ്ത് പോകുന്നത്. സോ റിമൈൻഡർ ഈസ് 1. ദെൻ 7 റേസ് ടു 3 ആണ് 343. ഇതൊക്കെയാണ് ഇതിന്റെ റിസൾട്ട്. ഇതൊക്കെയാണ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ. സിമ്പിൾ ആണ്. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള പോലെ തന്നെയാണ് പൈത്തണിലെ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ബൂളിയൻ ഓപ്പറേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബൂളിയൻ ഡേറ്റ ടൈപ്പ് ഉണ്ട്. അതിന് ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ട്രൂല് ടിയുടെ ക്യാപിറ്റൽ ടി ആണ് യൂസ് ചെയ്യുന്നത്. എഫ് അതേപോലെ ക്യാപിറ്റൽ എഫ്. ഇവിടെ പ്രിന്റ് ടി എഫ് പറയുമ്പോൾ ട്രൂ വാല്യൂ ഫാൾസ് വാല്യൂ പ്രിന്റ് ചെയ്ത് കാണിക്കും. ഇത് റിസൾട്ട് ആണ് കാണിക്കുന്നത്. ഹാഷ് ഇട്ടിട്ട് കമന്റ് ഒക്കെ എഴുതിയിരിക്കുന്നത്. ദെൻ പി ഈക്വൽ ടു 5 > 3. 5 > 3 റിസൾട്ട് ഓക്കെ ആണ്. അപ്പൊ ട്രൂ ആണ്. 5 > 3 ട്രൂ ആണ്. സോ പ്രിന്റ് പി പറയുമ്പോൾ ട്രൂ ആണ് പ്രിന്റ് ചെയ്ത് വരാം. ദെൻ ക്യൂ ഈക്വൽ ടു -1 ലെസ് ദാൻ -12.5. -1 ലെസ് ദാൻ -12.5 എന്ന സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്. സോ ക്യൂയുടെ വാല്യൂ ഫാൾസ് ആയിരിക്കും. പ്രിന്റ് ക്യൂ പറയുമ്പോൾ ഫാൾസ് റൺ ചെയ്യും. അതർ റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇതേപോലെ തന്നെ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ യൂസ് ചെയ്ത പോലെ തന്നെ നമുക്കിത് ചെയ്ത് നോക്കാവുന്നതാണ്. ദെൻ പൈത്തൺ യൂസസ് വേർഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് സിമ്പിൾസ് ഇൻ ദീസ് കേസസ് ആൻഡ് ഓർ നോട്ട്. ഈ ഒരു കേസസിൽ ഇങ്ങനെ വേർഡ്സ് ആയിട്ട് തന്നെയാണ് പൈത്തൺ യൂസ് ചെയ്യുന്നത്. പൈത്തണിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. ചിലപ്പം ഒരു പൈത്തോണിക് വേയിൽ നമുക്ക് റൺ ചെയ്യണമെങ്കിൽ അതിന്റെ റൂൾസും റെഗുലേഷൻസും യൂസ് ചെയ്താൽ നമുക്ക് പൈത്തൺ സിമ്പിൾ ആയിട്ട് റൺ ചെയ്യാൻ പറ്റും. സോ ബൂളിയൻ ഓപ്പറേഷൻ ഇത്രയേ ഉള്ളൂ. വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ദെൻ പൈത്തൺ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് സ്ട്രിങ് ഓപ്പറേഷൻസ്. ഒരുപാട് സ്ട്രിങ് ഓപ്പറേഷൻസ് പൈത്തണിൽ അവൈലബിൾ ആണ്. അതിൽ വളരെ കുറച്ചെണ്ണം മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇത് നെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കിയുള്ള സ്ട്രിങ് ഓപ്പറേഷൻസ് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ഇവിടെ എസ് ഈക്വൽ ടു ഹലോ പറഞ്ഞൊരു സ്ട്രിങ് ഉണ്ട്. യു ഈക്വൽ ടു ഹലോ പറഞ്ഞിട്ട് വേറൊരു സ്ട്രിങ്. ദെൻ എസ് പ്രിന്റ് യു. അപ്പൊ എന്തായിരിക്കും? ഹലോ 2 പ്രാവശ്യം പ്രിന്റ് ചെയ്യും. ഈ എസിന്റെ വാല്യൂ ഹലോ ആണ്, യുടെ വാല്യൂ ഹലോ. സിമ്പിൾ. സോ ദെൻ നമ്മൾ ചെയ്യുന്നത് S1 ഈക്വൽ ടു പൈത്തൺ, S2 ഈക്വൽ ടു വേൾഡ്. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് കോൺകാറ്റിനേഷൻ പെർഫോം ചെയ്തിട്ടുണ്ട്. S3 ഈക്വൽ ടു S1 പ്ലസ് ഒരു കോഡ്സിനുള്ള ഒരു സ്പേസ് കൊടുത്തു പ്ലസ് S2. അപ്പൊ ഇവിടെ എന്ത് വരും? പൈത്തൺ ഒരു സ്പേസ് വേൾഡ്. നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. S1 equal to Python S2 equal to world S3 equal to S1 concatenation operator plus then ഒരു space plus S2 print S3 പൈത്തൺ വേൾഡ്. ഇങ്ങനെ നമുക്ക് സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ പെർഫോം ചെയ്യാം പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട്. അനദർ വൺ ഇവിടെ ഫോർമാറ്റ് സ്പെസിഫയർ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാം. S3 ഈക്വൽ ടു %%%d. ദെൻ ഈ ഒരു ഫോർമാറ്റ് സ്പെസിഫയറിന്റെ സ്ട്രിങ്ങിന് ശേഷം നമ്മളൊരു പെർസെന്റേജ് യൂസ് ചെയ്തിട്ടാണ് അതിന്റെ വാല്യൂസ് അതിലേക്കുള്ള വാല്യൂസ് സ്പെസിഫൈ ചെയ്യുന്നത്. ഇവിടെ S1 എന്ന് പറയുന്നത് %s പോകും. S2 പറയുന്നത് അടുത്ത %s പോകും. %d അതായത് ഇന്റിജർ വാല്യൂ 1011 ഈ ലാസ്റ്റ് ഫോർമാറ്റ് സ്പെസിഫയറിലേക്ക് പോകും. എന്നിട്ട് S3 പ്രിന്റ് ചെയ്താൽ പൈത്തൺ വേൾഡ് 1011 പ്രിന്റ് ചെയ്ത് വരും. ദെൻ ലെങ്ത്, ഒരു സ്ട്രിങ്ങിന് ലെങ്ത് കാണണമെങ്കിൽ len ഓഫ് S3. ഇവിടെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള സ്ട്രിങ് S3 ആണ്. len ഓഫ് S3 എന്ന് പറഞ്ഞാൽ 12. ഇവിടെ ശരിക്കും പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വേണം. ഒരു സ്റ്റേറ്റ്മെന്റും കൂടി ഇതിൽ പ്രിന്റ് ചെയ്താൽ നമുക്ക് ഇത് കാണാൻ പറ്റില്ല. അപ്പൊ ഇവിടെ പ്രിന്റ് len ഓഫ് S3 കൊടുത്താൽ
പൈത്തൺ വേൾഡ് 1 2 3 4 5 6 7 8 9 10 11 12 ഇതിന്റെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എത്രയാണ് ഇൻക്ലൂഡിങ് ദ സ്പേസ് ആണ് ഇതിന് റിട്ടേൺ ചെയ്തിരിക്കുന്ന വാല്യൂ. ദെൻ S3 ഡോട്ട് അപ്പർ പൈത്തൺ വേൾഡിനെ അപ്പർ കേസിലേക്ക് മാറ്റാം, ക്യാപിറ്റലൈസ് ചെയ്യാം, ദെൻ ലോവർ കേസിലേക്ക് മാറ്റാം. ക്യാപിറ്റലൈസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്യാരക്ടർ മാത്രം ക്യാപിറ്റൽ ലെറ്റർ ആയി വരാൻ വേണ്ടിയിട്ട്. ദെൻ ഹലോ വേൾഡ് ഹൗ ആർ യു ഇങ്ങനെ ഒരു സ്ട്രിങ് കൊടുത്തിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഓരോരോ വേർഡായിട്ട് വേറെ ആയിട്ട് വരും. ദെൻ ബുക്ക് അതിനെ ഓനെ ഇ ആയിട്ട് മാറ്റാം, റീപ്ലേസ് ചെയ്യാം. ഇത് വേണം നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഫസ്റ്റ് അപ്പർ ക്യാപിറ്റലൈസ് ലോവർ, പ്രിന്റ് S3 ഡോട്ട് അപ്പർ. ഇതൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്, സോ നമ്മൾ ബ്രാക്കറ്റ് അവിടെ കൊടുക്കണം. അതിനെ പൈത്തൺ വേൾഡ് അപ്പർ കേസിലേക്ക് മാറ്റി. ദെൻ പ്രിന്റ് S3 ഡോട്ട് ലോവർ പ്രിന്റ് S3 ഡോട്ട് ക്യാപിറ്റലൈസ്. ഈ മാത്രം ക്യാപിറ്റൽ ആയിട്ട് വന്നു. ദെൻ അനദർ സ്ട്രിങ് ഓപ്പറേഷൻ ഇവിടെ പറയുന്നത് ഹലോ വേൾഡ് ഹൗ ആർ യു ഡോട്ട് സ്പ്ലിറ്റ് എന്ന് പറയാം. സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇതിൽ സ്പേസ് കാണുന്ന സ്ഥലം വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ ഓരോരോ വേർഡ് ആയിട്ട് ഇത് സ്പ്ലിറ്റ് ആയി പോകും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു വേറൊരു സ്ട്രിങ് കൊടുക്കാം. പൈത്തൺ വേൾഡ് രണ്ടാണല്ലോ, അപ്പൊ S3 ഇതിന്റെ റിസൾട്ടിനെ വേണമെന്നില്ല, പ്രിന്റ് S3 ഡോട്ട് സ്പ്ലിറ്റ് സ്പേസ്, പ്രിന്റ് S3 ഡോട്ട് സ്പ്ലിറ്റ്. എന്ത് വെച്ചിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? സ്പേസ് വെച്ചിട്ട്. സോ റിസൾട്ട് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു ലിസ്റ്റ് ആണ്. ഇതിൽ രണ്ട് വാല്യൂസ് ഉണ്ട്, പൈത്തൺ എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ഉണ്ട്, വേൾഡ് എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ഉണ്ട്. ഈ ഒരു സിംഗിൾ സ്ട്രിങ്ങിനെ നമ്മൾ രണ്ട് സ്ട്രിങ് ആയിട്ട് മാറ്റിയിരിക്കുകയാണ്, രണ്ട് സ്ട്രിങ് രണ്ട് വേർഡ്സ് ആക്കി മാറ്റിയിരിക്കുകയാണ്. സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്പേസ് വെച്ചിട്ട്. അനദർ ടൈപ്പ് റീപ്ലേസ് ആണ്. ബുക്ക് ഡോട്ട് റീപ്ലേസ് എന്ന് പറഞ്ഞിട്ട് ഓനെ ഇ ആക്കാം. അപ്പൊ ഓ എല്ലാം ഇ ആയി മാക്കും, റിസൾട്ട് ബീക്ക് എന്ന് വരും. അതേപോലെ വേർഡ് ഈക്വൽ ടു ജ്വല്ലറി, പ്രിന്റ് വേർഡ് ഡോട്ട് ഫൈൻഡ് വെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്സ്ട്രിങ് ഈ ജ്വല്ലറി പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രിങ്ങിൽ ഉണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഇൻഡെക്സ് ആണ് റിട്ടേൺ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ വേറെ ചെയ്തു നോക്കാം. S3 ഈക്വൽ ടു അങ്ങനെ വേറെ ഏതെങ്കിലും ഒരു സ്ട്രിങ് A ഈക്വൽ ടു ജ്വല്ലറി, വേർഡ് ഡോട്ട് ഫൈൻഡ് വെൽ, അതായത് നമ്മുടെ ഈ ഒരു സാധനം വെൽ ഉണ്ടോ എന്നുള്ളത് പ്രിന്റ് ചെയ്യാണ്. വേർഡ് ഡോട്ട് ഫൈൻഡ് ഈസ് ഉണ്ടോ എന്ന് പ്രിന്റ് ചെയ്യാണ്. ഇതിലിപ്പോ ഈസ് ഇല്ലാത്തതുകൊണ്ട് -1 പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഫൈൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്കിത് ചെയ്ത് നോക്കാം. പ്രിന്റ് A ഡോട്ട് ഫൈൻഡ് വെൽ ഉണ്ടോ? സോറി, കോഡ്സ് ഇടാൻ മറന്നു. സെക്കൻഡ് പൊസിഷനിലാണുള്ളത്. ഇനിയിപ്പോ ഇത് വേറെ ഏതെങ്കിലും മാറ്റി കൊടുക്കാം. ദെൻ ഇവിടെ ഹലോ വേൾഡ് എന്ന് കൊടുക്കാം. വെൽ പറഞ്ഞൊരു സാധനം സബ്സ്ട്രിങ് ഇതിൽ ഈ ഒരു സ്ട്രിങ്ങിൽ ഇല്ല, സോ -1 ആണ് റിട്ടേൺ ചെയ്യാം. അപ്പൊ ഇതൊക്കെ നമുക്ക് ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ചെയ്തുകൊണ്ട് വരുമ്പോൾ അതിനുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ ഇല്ലയോ എന്ന് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് സ്ട്രിങ് ഓപ്പറേഷൻസ് ഉണ്ട്, അത് ഏതെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ കൺട്രോൾ സ്ട്രക്ചേഴ്സ് വേറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉള്ളതുപോലെ തന്നെ പൈത്തണിൽ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇവിടെ ഇഫ് എൽസ് അല്ലെങ്കിൽ ഇഫ് എൽസ് ഇഫിന് നമ്മൾ എന്ത് ചെയ്യും? ഇഫ് എൽസിന് പകരം
ഇഫ് എൽഇഫ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഇവിടെ പറയാം, ഇഫ് നമ്പർ ഗ്രേറ്റർ ദാൻ 99 ആൻഡ് നമ്പർ ലെസ് ദാൻ 1000 പ്രിന്റ് 3 ഡിജിറ്റ്, എൽസ് പ്രിന്റ് നോട്ട് 3 ഡിജിറ്റ്. അപ്പൊ ഇതാണ് ഒരു സിമ്പിൾ പ്രോഗ്രാമിങ് ചെയ്തിരിക്കുന്നത്. ഇഫ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ചെയ്യാം. സാധാരണ C++ലുള്ള പോലെ തന്നെ ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇഫ് num greater than 100, ഇവിടെ പ്രത്യേകം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാൽ നമ്മൾ ഒരു കോളം കൊടുക്കണം, ദെൻ ഒരു ഇൻഡന്റേഷനും വേണം. ഈ കോളം കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇൻഡന്റഡ് ആയിട്ടാണ് ഈ ഒരു കേസർ ഇങ്ങോട്ട് വരുന്നത്. ഈ ഒരു ഇഫ് ബ്ലോക്കിനുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ആ ഇൻഡന്റേഷൻ അതേപോലെ കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രോഗ്രാം കോഡ് എഴുതാൻ വേണ്ടിയിട്ട്. ഇഫ് നം ഗ്രേറ്റർ ദാൻ 100 ആണെങ്കിൽ പ്രിന്റ് number is greater than 100. ചുമ്മാ ഒരു മെസ്സേജ് കൊടുത്തു. ദെൻ എൽസ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് കഴിഞ്ഞു. സോ നമുക്ക് ഇൻഡന്റേഷൻ വേണ്ട. അപ്പൊ ബാക്ക് സ്പേസ് അടിച്ചു. എൽസ് പ്രിന്റ് number is less than 100. ഇതിൽ നമ്പർ കൊണ്ടുള്ള വേരിയബിൾ ആദ്യം നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യേണ്ടതുണ്ട്. സോ ഇവിടെ നം ഈക്വൽ ടു 101 വെറുതെ ഒരു വാല്യൂ കൊടുത്തു. ദ റിസൾട്ട് വിൽ ബി നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 100. ഇനിയിപ്പോ ഈ നം 101 എന്നുള്ള കാര്യം നമ്മൾ റൺ ടൈമിലാണ് റീഡ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു യൂസർ ഇൻപുട്ട് കൊടുക്കുന്ന പോലെ കൊടുക്കാം. അതായത് നം ഈക്വൽ ടു ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുക. ഇൻപുട്ട് എൻ്റർ നമ്പർ. അപ്പൊ എന്ത് ചെയ്യാം, യൂസറിന് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. വൺ കൊടുത്താൽ എൻ്റർ ചെയ്താൽ ഇത് ഇൻപുട്ട് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ റീഡ് ചെയ്യുന്ന വാല്യൂ സ്ട്രിംഗ് ടൈപ്പ് ആയിരിക്കും. അപ്പൊ ഇവിടെ എന്തും കൂടെ ചെയ്യണം, ടൈപ്പ് കാസ്റ്റിംഗ് കൂടെ ചെയ്യണം, എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ്. അപ്പൊ ഇൻഡ് ഓഫ് ഇൻപുട്ട് എൻ്റർ നമ്പർ എന്ന് കൊടുക്കേണ്ടി വരും. നമ്പർ ഈസ് ലെസ് ദാൻ 100 അത് വരും. ഇനി ഇതേ പ്രോഗ്രാം നമുക്ക് വേറെ വാല്യൂ വെച്ചിട്ട് ചെയ്യാം. എൻ്റർ നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസറിനോട് ചോദിക്കുകയാണ് 10,000. നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 100. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ഇൻപുട്ട് എന്ന് പറഞ്ഞൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ പഠിച്ചു. ദെൻ നമ്മൾ ഇവിടെ ഇൻപുട്ടിൽ നിന്ന് വരുന്ന റീഡ് ചെയ്യുന്ന വാല്യൂ സ്ട്രിംഗ് ടൈപ്പ് ആയിരിക്കും. നമ്മൾ ഇവിടെ കമ്പാരിസൺ ഓപ്പറേറ്റർ പെർഫോം ചെയ്യാൻ പറ്റില്ല. അതിപ്പോ നം എന്ന് പറയുന്ന സ്ട്രിംഗ് ആണ്, 100 ഇന്റിജർ ആണ്. അപ്പൊ ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്തു, ഇൻപുട്ട് എൻ്റർ നമ്പർ, ആ എൻ്റർ നമ്പർ നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പറിനെ ഇന്റിജർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻഡ് ഓഫ് ഇൻപുട്ട് എൻ്റർ നമ്പർ കൊടുത്തു. ദെൻ നം നമുക്കുള്ള വേരിയബിളിലേക്കാണ് വാല്യൂ പോയത്. ഇഫ് നം ഗ്രേറ്റർ ദാൻ 100 ആണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും, എൽസ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇഫ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാൽ ഒരു കോളം വേണം. ദെൻ ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളത്തെ ബ്ലോക്ക് എല്ലാം ഇന്റന്റഡ് ആയിട്ടാണ് എഴുതേണ്ടത്. അതേപോലെ തന്നെ എൽസ് കോളം, ഇത് ഇവിടെ ഒരു ഇന്റന്റേഷൻ കീപ്പ് ചെയ്തിട്ട് വേണം ഇതിനുള്ളിൽ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എഴുതാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ടാണ് ഒന്ന് മാത്രം ഇത്. ഇവിടെ ഇനിയും കാര്യങ്ങൾ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇവിടെ താഴെത്താഴെയായിട്ട് അതേ ഇന്റന്റേഷനിൽ തന്നെ എഴുതി വരണം. സോ ഇതാണ് ഇഫ് സ്റ്റേറ്റ്മെന്റിന് സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെന്റ്. ദെൻ നമ്മൾ ഇഫ് എൽസ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ സാധാരണ പോലെ തന്നെ ടേക്ക് കെയർ ഓഫ് ഇന്റന്റേഷൻ, ഡോണ്ട് ഫോർഗെറ്റ് ടു പുട്ട് കോളം അറ്റ് ദ എൻഡ്, റിമെമ്പർ ഇറ്റ്സ് എൽ ഇഫ് നോട്ട് എൽസ് ഇഫ്. സാധാരണ CPP-ലൊക്കെ എൽസ് ഇഫ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന് പകരം ഇവിടെ എന്താണ്, എൽ ഇഫ്. നേരത്തെ ചെയ്ത പ്രോഗ്രാം പോലെ തന്നെ ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. ഇഫ് ആദ്യം റെസ്പോൺസ് പറഞ്ഞൊരു വേരിയബിളിലേക്ക് ഒരു വാല്യൂ കൊടുത്തു. ഇൻപുട്ട് ആർ യു ഫെമിലിയർ വിത്ത് പൈത്തൺ, യെസ് ഓർ നോ നമ്മൾ പ്രിന്റ് ചെയ്യും. സോ വാല്യൂ കൊടുക്കും. സോ ഇഫ് റെസ്പോൺസ് ഡോട്ട് അപ്പർ ഈക്വൽ ടു യെസ് ആണെങ്കിൽ പ്രിന്റ് യു ക്യാൻ സ്കിപ്പ് ദിസ് കോഴ്സ്. എൽ ഇഫ്, ഇവിടെ എൽ ഇഫ് റെസ്പോൺസ് ഡോട്ട് അപ്പർ ഈക്വൽ ടു നോ ആണെങ്കിൽ, ഇത് അപ്പർ കൊടുക്കാൻ കാരണം നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ചിലപ്പം സ്മോൾ ലെറ്റർ അങ്ങനെ ആയിരിക്കും. ഇവിടെ നമുക്കൊരു കമ്പാരിസണിന് വേണ്ടിയിട്ട് എപ്പോഴും സെയിം വാല്യൂ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് യെസ് അപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്.
നോ ആണെങ്കിൽ യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ്. എൽസ്, ഇഫ്, എൽഇഫ്, എൽസ്, പ്രിന്റ് സോറി റോങ് ഇൻപുട്ട്. ഈ ഒരു പ്രോഗ്രാം ചെയ്തിട്ട് നമുക്ക് ഇഫ്, എൽഇഫ്, എൽസിന്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിന്റെ റിസൾട്ട് എങ്ങനെ വരുന്നത് വെച്ചാൽ, ആർ യു ഫെമിലിയർ വിത്ത് പൈത്തൺ? അപ്പോൾ നമ്മൾ യൂസർ കൊടുത്തിരിക്കുന്നത് നോ ആണ്. അപ്പോൾ യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിന്റ് ചെയ്ത് വരിക. കാരണം ഇഫിലുള്ളത് കണ്ടീഷൻ ട്രൂ അല്ല. സോ എൽഇഫിലെ അപ്പർ നോ, ഇവിടെയാണ് കണ്ടീഷൻ ട്രൂ. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് വിൽ ബി എക്സിക്യൂട്ടഡ് ആൻഡ് റിസൾട്ട് വിൽ ബി യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ്. ഇതാണ് കൺട്രോൾ സ്ട്രക്ചേഴ്സിൽ ഇഫ്, എൽഇഫ്, നെസ്റ്റഡ് ഇഫ് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, സാധാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ തന്നെ. ദെൻ അനദർ കൺട്രോൾ സ്ട്രക്ചർ ആണ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പിന് ഈ ഒരു പൈത്തണിൽ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും ഒരു ഐട്രേഷന് വേണ്ടിയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല, അങ്ങനെ അല്ല യൂസ് ചെയ്യുന്നത്. ഫോർ ലൂപ്പ് സാധാരണ ട്രാവേഴ്സിലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സ് ഇൻ റേഞ്ച് ഫംഗ്ഷൻ, ഇവിടെ റേഞ്ച് ഫംഗ്ഷൻ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ഫോർ എക്സ് ഇൻ റേഞ്ച് ഓഫ് 10 എന്ന് പറയുമ്പോൾ റേഞ്ച് ഫംഗ്ഷൻ എന്താന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ലിസ്റ്റ് റേഞ്ച് ഓഫ് 10 എന്ന് പറയുമ്പോൾ 10 പറഞ്ഞിട്ടുള്ള വാല്യൂ വരെയുള്ള വാല്യൂസ്, അതായത് 0 മുതൽ 9 വരെയുള്ള വാല്യൂസ് ഈ ഒരു റേഞ്ച് ഓഫ് 10 പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യും. അതേപോലെ റേഞ്ച് ഓഫ് 110 എന്ന് പറഞ്ഞാൽ എന്താ റിട്ടേൺ ചെയ്യാം? 1 സ്റ്റാർട്ടിംഗ് വാല്യൂ നമ്മൾ 1 ആയിട്ട് കൊടുത്തു, അപ്പോൾ 0 എടുക്കില്ല, 1 മുതൽ 9 വരെയുള്ള വാല്യൂസ് എടുക്കും. ദെൻ റേഞ്ച് ഓഫ് 110 ഒരു 2 കൂടെ കൊടുത്താൽ എന്ത് ചെയ്യും? ഇതിവിടെ നമുക്ക് 1 കഴിഞ്ഞിട്ട് ഒന്ന് വാല്യൂ രണ്ടെണ്ണം സ്കിപ്പ് ചെയ്തിട്ടാണ് 1, 2 കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വാല്യൂ എടുക്കുക, 3 എടുക്കും. അതായത് സാധാ കേസിൽ 1 ആയിരിക്കും ഈ ഒരു വാല്യൂ, പക്ഷെ നമുക്ക് ഒന്നും കൂടെ സ്കിപ്പ് ചെയ്ത് കിട്ടണമെങ്കിൽ 2 കൊടുക്കാം. 3 കൊടുത്താൽ 1, 2, 3 കഴിഞ്ഞിട്ടുള്ളത് വരും. ഇവിടെ വേണമെങ്കിൽ റേഞ്ച് ഫംഗ്ഷൻ ഒന്ന് ഈ ഇഫ് വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഫോർ എക്സ് ആൻഡ് റേഞ്ച് ഓഫ് 10 പ്രിന്റ് എക്സ് എൻഡ് ഈക്വൽ ടു സ്പേസ്. അതായത് പ്രിന്റ് എക്സ് പറയുമ്പോൾ ഫോർ ലൂപ്പ് കഴിഞ്ഞ ഓരോ സ്റ്റേറ്റ്മെന്റിലും താഴെ പ്രിന്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് എൻഡ് ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. ഫോർ എക്സ് ഇൻ റേഞ്ച് ഓഫ് 10, ഇവിടെയും കോളം മാർക്കറ്റ് ഇൻഡന്റേഷൻ ഓട്ടോമാറ്റിക്കലി വരും. ഇനിയിപ്പോ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത ഐഡിയ ആണെങ്കിൽ നമ്മൾ ഇൻഡന്റേഷൻ കൊടുത്തിട്ട് തന്നെ എഴുതണം. പ്രിന്റ് എക്സ് വാല്യൂസ് താഴെത്താഴെയായിട്ടാണ് വരിക, നമുക്ക് താഴെത്താഴെ വേണ്ടാത്തതുകൊണ്ടാണ് അവിടെ എൻഡ് കൊടുത്തിരിക്കുന്നത്. കോമ എൻഡ് ഈക്വൽ ടു എക്സിന്റെ വാല്യൂസ് എവിടം വരെ വന്നിട്ടുണ്ട്? 0, 1, 2, 3, 4, 5, 6, 7, 8, 9 വരെ. ഇനിയിപ്പോ ഇവിടെ നമ്മൾ റേഞ്ച് കൊടുക്കുന്നതിന് മുന്നേ സ്റ്റാർട്ടിംഗ് പോയിന്റ് കൂടെ കൊടുക്കുവാണെങ്കിൽ 1 മുതലാണ് വാല്യൂസ് വരിക. 1, 2, 3 മുതൽ ഇവിടെ ലിമിറ്റിന്റെ തൊട്ട് മുന്നത്തെ വാല്യൂ വരെയാണ് റേഞ്ച് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. 10 ആയതുകൊണ്ട് 9 വരെ വരും. ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ 0 മുതൽ എടുക്കും. ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 മുതലാണ് ഇവിടെ എടുക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ കോമ 2 കൊടുത്താൽ ഓരോ വാല്യൂ സ്കിപ്പ് ചെയ്തിട്ടുള്ള വാല്യൂസ് വരും. 3 ആണെങ്കിൽ 3 വാല്യൂസ് ഒഴിവാക്കിയിട്ടുള്ള വാല്യൂസ് വരും. അപ്പൊ ഇതാണ് റേഞ്ച് ഫംഗ്ഷൻ, ഇതാണ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പിന്റെ അകത്ത് നമുക്കൊരു ട്രാവേഴ്സിലാണ് ശരിക്കും ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു എക്സാം നമ്മൾ ചെയ്തു. നമ്മൾ ലിമിറ്റ് ഇൻപുട്ട് എൻ്റർ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആണിത്. ലിമിറ്റ് ഈക്വൽ ടു ഇൻഡ് ഇൻപുട്ട് എൻ്റർ ബൈ ലിമിറ്റ് സം ഈക്വൽ ടു 0. ഫോർ ഐ ഇൻ റേഞ്ച് 1 ലിമിറ്റ് പ്ലസ് 1, അതായത് ലിമിറ്റ് എന്താണോ അത് വരെ പോകണമെങ്കിൽ ലിമിറ്റ് പ്ലസ് 1 ഇവിടെ കൊടുത്താൽ മതി. 10 വരെയല്ലേ, ഇവിടെ 9 വരെയല്ലേ പോയുള്ളൂ. ഇവിടെ 10 വരെ ലിമിറ്റ് ഇപ്പൊ 10 ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ 10 വരെ നമ്മുടെ ഐട്രേഷൻ പോകണമെങ്കിൽ എന്ത് കൊടുക്കണം? ലിമിറ്റ് പ്ലസ് 1. ദെൻ ഐ മോഡ് 2 നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ സം ഈക്വൽ ടു സം പ്ലസ് ഐ. സം പ്ലസ് ഈക്വൽ ടു ഐ പറയുന്നത് സം ഈക്വൽ ടു സം പ്ലസ് ഐ ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. ഇവിടെ ഓഡ് നമ്പേഴ്സിന്റെ സം ആണ് കണ്ടിരിക്കുന്നത്. 1 ആഡ് ചെയ്യും പ്ലസ് എന്ത് ആഡ് ചെയ്യും? മോഡ് 2 നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ആണ് സമ്മ് ആഡ് ചെയ്ത് വരുന്നത്. അതായത് ഓഡ് നമ്പേഴ്സിന്റെ മാത്രം സമ്മ് ഈ ഒരു റേഞ്ചിലുള്ളത്, അതാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. എൻറ്റർ ലിമിറ്റ് 15, ഓഡ് സം ഈക്വൽ ടു 64. ഈ പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഫോർ ലൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണുള്ളത്. ദെൻ അടുത്തത് കൺട്രോൾ സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അടുത്ത കൺട്രോൾ സ്ട്രക്ചർ വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പ് പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും ഇല്ല, നമ്മൾ സാധാരണ C++ലെ വൈൽ ലൂപ്പ് പോലെ തന്നെ. വൈൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വൈൽ ലൂപ്പിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യും. വൈൽ നമ്പർ ഗ്രേറ്റർ ദാൻ 0 കോളൻ ഇൻഡന്റേഷൻ മാത്രം നോക്കിയാൽ മതി, ബാക്കിയൊക്കെ പഴയ പോലെ തന്നെ. എൻ്റർ എ നമ്പർ 1, 2, 5, 4.
ഇവിടെ നമ്പർ ഡിവിഷൻ, ഇന്റിജർ ഡിവിഷൻ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ നമ്പറിന്റെ അകത്തുള്ള ഓരോരോ വാല്യൂ ആയിട്ട് കിട്ടും. 1 കിട്ടും, 2 കിട്ടും, 5 കിട്ടും, 4 കിട്ടും. സോ 1 + 2 + 5 + 4 ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് റിസൾട്ട്. അതായത് ഒരു നമ്പറിന്റെ അകത്തുള്ള നമ്പേഴ്സിനകത്തുള്ള ഡിജിറ്റ്സിന്റെ സമ്മ് കാണാനുള്ള പ്രോഗ്രാം ആണ് ചെയ്തിരിക്കുന്നത്. ചെയ്ത് നോക്കാം. അതേപോലെ വൈൽ ലൂപ്പ് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നെസ്റ്റഡ് ലൂപ്സ് യൂസ് ചെയ്യാം. കാരണം ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ഒക്കെ ഉള്ളിലായിട്ട് നമുക്ക് ചില കേസിൽ പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് എന്ത് ചെയ്യാം, നെസ്റ്റഡ് ലൂപ്പ് കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ചെയ്തിരിക്കുന്നത് ഫോർ ലൂപ്പ് ആദ്യം കൊടുത്തു, then അതിൻ്റെ ഉള്ളിൽ ഒരു വൈൽ ലൂപ്പ്. ഇവിടെ ചെയ്ത പ്രോഗ്രാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് എൻറ്റർ നമ്പർ, ലിമിറ്റ് ആദ്യം എൻ്റർ ചെയ്തു, അതിനെ ഇൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു, ലിമിറ്റ് പറഞ്ഞിട്ടുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ദെൻ ഫോർ നം ഇൻ റേഞ്ച് ഓഫ് 2 മുതൽ ലിമിറ്റ് +1 വരെ, 2 മുതൽ ലിമിറ്റ് +1 വരെയുള്ള വാല്യൂസ് ആണ് നമ്മൾ ഐറ്ററേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈസ് ഡിവിസിബിൾ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഫാൾസ് ആക്കി വെച്ചിട്ടുണ്ട്. കെയുടെ വാല്യൂവും 2 ആക്കി കൊടുത്തിട്ടുണ്ട്. ദെൻ വൈൽ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം ഇന്റിജർ ഡിവിഷൻ 2 ഇഫ് നം മോഡ് കെ ഈക്വൽ ടു 0 ഈസ് ഡിവിസിബിൾ ഈക്വൽ ടു ട്രൂ. ഈസ് ഡിവിസിബിൾ ട്രൂ ആയിട്ട് അപ്പൊ തന്നെ ഇത് ബ്രേക്ക് ചെയ്യാണ്. ദെൻ ഇഫ് നോട്ട് ഈസ് ഡിവിസിബിൾ പ്രിന്റ് നം എൻഡ്. ഇവിടെ 40 ആയിരുന്നു നമ്മൾ കൊടുത്ത എൻ്റർ നമ്പർ. ഇവിടെ 400 ആകുമ്പോൾ കുറെ വാല്യൂസ് വരുമല്ലോ. ഇത് പ്രൈം നമ്പേഴ്സ് അപ് ടു 40. എൻ്റർ നമ്പർ നമ്മൾ ഇൻപുട്ട് യൂസർ എൻ്റർ ചെയ്യുന്ന നമ്പറാണ്. 40 കൊടുത്ത 40 വരെയുള്ള പ്രൈം നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. ഇത് ചെയ്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് കണ്ടെയ്നേഴ്സ് ആണ്. കണ്ടെയ്നേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ് ശരിക്കും. അതായത് ലിസ്റ്റ് ഓഫ് വാല്യൂസ്, കുറെ നമ്പേഴ്സ്, അതിന്റെ ബിഹേവിയർ ഡിഫറെന്റ് ആയിരിക്കാം. ചിലപ്പം ആ ബിഹേവിയറിനനുസരിച്ചായിരിക്കും നമ്മൾ കണ്ടെയ്നേഴ്സിനെ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് നമ്മൾ അതായത് ഒരുപാട് വാല്യൂസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഡാറ്റ, അതാണ് കണ്ടെയ്നേഴ്സ്. കണ്ടെയ്നേഴ്സ് ഇതിൽ പൈത്തണിൽ ലിസ്റ്റ്, ഡിക്ഷണറി, സെറ്റ്, അങ്ങനെ കുറച്ച് കണ്ടെയ്നേഴ്സ് പരിചയപ്പെടാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ലിസ്റ്റ് ആണ് നോക്കുന്നത്. ലിസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കണ്ടെയ്നർ ആണ്, അതായത് ഡാറ്റ ടൈപ്പ് ആണ്. ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ഓഫ് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പ് ആണ്. ഇതിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ്, അതായത് ഡാറ്റ ടൈപ്പ് ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് ലിസ്റ്റിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് മൈ ലിസ്റ്റ് ഈക്വൽ ടു എ ബി 1 1.2 ട്രൂ. ഇതിൽ എയും ബിയും സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് ആണ്. 1 ഒരു ഇന്റിജർ ആണ്, 1.2 ഒരു ഫ്ലോട്ട് ആണ്, ദെൻ ട്രൂ ബൂളിയൻ ടൈപ്പ് വാല്യൂ ആണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഒരു ലിസ്റ്റിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇതിന് ഡാറ്റ ടൈപ്പ് ഡിഫറെന്റ് ആണ്. ലിസ്റ്റ് ഒരു മ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പ് ആണ്. മ്യൂട്ടബിൾ എന്ന് പറയുമ്പോൾ ഇതിലെ വാല്യൂസ് നമുക്ക് പിന്നീട് ഒരു പ്രാവശ്യം ഡിഫൈൻ ചെയ്താലും പിന്നീട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മൈ ലിസ്റ്റ് ഈക്വൽ ടു 1 എ 1.2 ട്രൂ. ഇത് വാല്യൂസ് ആണ് കാണിക്കുന്നത്. പ്രിന്റ് മൈ ലിസ്റ്റ് പറയുമ്പം ലിസ്റ്റ് എന്താന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. 1 എ, 1 ഒരു ഇന്റിജർ ടൈപ്പ്, എ ഒരു സ്ട്രിങ്, then 1.2 ഒരു ഡെസിമൽ പോയിന്റ് ഉള്ള ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ, then true is a boolean value. These all different data type values are stored in a single element, that is my list. That is a list we declare using the variable name my list. Then print the my list values. Here we have printed the my list values, that is 1 a 1.2 true. Then the type of my list will be printed here, that is class list. List is the data type of this my list variable. ദെൻ നമ്മളിവിടെ ഒരു അപ്പൻഡ് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മൈലിസ്റ്റ് ഡോട്ട് അപ്പൻഡ് ന്യൂ പറഞ്ഞിട്ടൊരു സാധനം അപ്പൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഓൾറെഡി ഉള്ള ലിസ്റ്റിലേക്ക് നമ്മൾ ഒരു പുതിയൊരു സ്ട്രിങ് ആഡ് ചെയ്തിരിക്കുകയാണ്. അതിന് നമ്മൾ അപ്പൻഡ് പറഞ്ഞിട്ടുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പൻഡ് ന്യൂ പറയുമ്പോൾ പുതിയ ലിസ്റ്റിൽ ഒരു പുതിയ വാല്യൂ കൂടെ അപ്പൻഡ് ചെയ്ത് വരും. ദെൻ അനദർ ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് മൈ ലിസ്റ്റ് ഡോട്ട് അപ്പൻഡ് 34 പറഞ്ഞാൽ 34 ആഡ് ചെയ്ത് വന്നു. ദെൻ അഗെയിൻ നമുക്ക് വേണമെങ്കിൽ മൈ ലിസ്റ്റ് ഡോട്ട് അപ്പൻഡ് 35 കൊടുത്തു നോക്കാം. മൈ ലിസ്റ്റിൽ 35 പുതിയൊരു വാല്യൂ കൂടെ അപ്പൻഡ് ചെയ്ത് വന്നു. ദെൻ നമുക്ക് നെക്സ്റ്റ് ലിസ്റ്റിൽ വേറൊരു ഫംഗ്ഷൻ ആണ് പോപ്പ് ഫംഗ്ഷൻ. പോപ്പ് ഫംഗ്ഷൻ നമ്മൾ സ്റ്റാറ്റിലെ പോപ്പ് പോലെ തന്നെ ലാസ്റ്റിലെ ഏറ്റവും ടോപ്പിലുള്ള വാല്യൂ പോപ്പ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യും. അപ്പൊ ഇവിടെ ടോപ്പിലുള്ള വാല്യൂ ന്യൂ ആയതുകൊണ്ട് ന്യൂ റിട്ടേൺ ചെയ്തു. നമ്മുടെ ഈ ഒരു ഇതിൽ റിസൾട്ടിൽ നമ്മൾ പോപ്പ് ചെയ്യുമ്പോൾ മൈ ലിസ്റ്റ് ഡോട്ട് പോപ്പ് എന്ന് കൊടുത്താൽ ലാസ്റ്റ് വാല്യൂ 35 ആണ്, അത് റിട്ടേൺ ചെയ്യും. 35 റിട്ടേൺ ചെയ്യും. ലാസ്റ്റ് ടോപ്പിലുള്ള വാല്യൂ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പോപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ശരിക്കും അത് റിമൂവൽ ആണ്. ദെൻ ഇൻസേർട്ട് അപ്പൻഡ് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയൊരു വാല്യൂ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് ഇൻസേർട്ട്.
മൈലിസ്റ്റ് ഡോട്ട് ഇൻസേർട്ട് ടു ന്യൂ, അതായത് സെക്കൻഡ് ഇൻഡെക്സിൽ ന്യൂ പറഞ്ഞിട്ടുള്ള വാല്യൂ ഇൻസേർട്ട് ചെയ്തിട്ടു. ഇതിപ്പോ സീറോത്ത് ഇൻഡെക്സ് ആണ്, 0 1 2. നമ്മുടെ എറയിലൊക്കെ ഇൻഡെക്സ് പറയുമ്പോൾ തന്നെ സീറോത്ത് ഇൻഡെക്സ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സീറോത്ത് ഇൻഡെക്സിൽ എ ആണുള്ളത്, 1 ബി ആണുള്ളത്, 2 ന്യൂ പറഞ്ഞിട്ടുള്ള വേരിയബിൾ ഉണ്ട്, അത് നമ്മളിപ്പോൾ ആഡ് ചെയ്തതാണ് 2. ദെൻ 3 1 ഉണ്ട്, 4 1.2, 5 ട്രൂ. അപ്പൊ മൈ ലിസ്റ്റ് ഓഫ് 5 പറയുന്നത് ട്രൂ പറഞ്ഞിട്ടുള്ള ബൂലിയൻ വാല്യൂ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇൻസേർട്ട് യൂസ് ചെയ്തിട്ട് മൈ ലിസ്റ്റ് ഡോട്ട് ഇൻസേർട്ട്, എവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് ആദ്യം പറയാം. ഒരു ഫസ്റ്റ് പോസ്റ്റിൽ ഇൻസേർട്ട് ചെയ്യാം. എന്ത് വാല്യൂ ഇൻസേർട്ട് ചെയ്യേണ്ടത് നെക്സ്റ്റ് പറയാം. 67 പറഞ്ഞിട്ടുള്ള വാല്യൂ ഇൻസേർട്ട് ചെയ്യാം. ദെൻ പ്രിന്റ് മൈ ലിസ്റ്റ്, മൈ ലിസ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കിയാൽ ഫസ്റ്റ് പൊസിഷനിൽ 67 ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് സീറോത്ത് ഇൻഡെക്സ് ആണിത്. ഫസ്റ്റ് ഇൻഡെക്സിൽ സീറോത്ത് ഇൻഡെക്സിൽ 1 ആണുള്ളത്, ഫസ്റ്റ് ഇൻഡെക്സിൽ 67 ആണ്. 0 1 അങ്ങനെയാണ് ഇൻഡെക്സ് പോകുന്നത്. അപ്പൊ ഇതാണ് ഇൻസേർട്ട്, അപ്പൻഡ്, പോപ്പ്, ഇൻസേർട്ട്, 3 ഫങ്ഷൻസ് നമ്മൾ നോക്കി. നെക്സ്റ്റ് ഇവിടെ പറയുന്നത് റിമൂവ്. ഒരു വാല്യൂ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ആ പെർട്ടിക്കുലർ വാല്യൂ കൊടുത്താൽ നമുക്ക് ആ ലിസ്റ്റിൽ നിന്ന് ആ വാല്യൂ റിമൂവ് ചെയ്ത് പോകും. അത് നമുക്ക് ചെയ്ത് നോക്കാം. മൈ ലിസ്റ്റ് ഡോട്ട് റിമൂവ് 1 റിമൂവ് ആക്കാനുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നത്. റിമൂവ് 1 തൊട്ടുള്ള വാല്യൂ ഇതിലുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് പോകും. ദെൻ നമുക്ക് മൈ ലിസ്റ്റ് പ്രിന്റും ചെയ്ത് നോക്കണം, എന്നാലേ അത് പോയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. മൈ ലിസ്റ്റ് ടൈപ്പ് അല്ല, പ്രിന്റ് മൈ ലിസ്റ്റ്. ഇവിടെ ഇപ്പോൾ 67 ആണ് ഫസ്റ്റ് വാല്യൂ വന്നിട്ട്, 1 പോയി. ഒരു വാല്യൂ ആ ഐറ്റം തന്നെയാണ് നമ്മൾ ഇവിടെ റിമൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. നെക്സ്റ്റ് ഉള്ളൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബി, ഒരു ലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ട് മൈ ലിസ്റ്റ് ഡോട്ട് അപ്പൻഡ് ബി പറയുമ്പോൾ ആ ബി എന്തായി വരികയാണ്, അതിനുള്ളിൽ ഒരു ഇന്നർ ഒരു ലിസ്റ്റും കൂടെ വരികയാണ്. ഒരു ലിസ്റ്റിന്റെ ഉള്ളിൽ വേറൊരു ലിസ്റ്റ്. അതിനാണ് നമ്മൾ ഇങ്ങനെ അപ്പൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഈ ലിസ്റ്റിന്റെ ഉള്ളിൽ ഒരു ഐറ്റം വേറൊരു ലിസ്റ്റ് ആണ്. ദെൻ മൈ ലിസ്റ്റ് ഡോട്ട് റിമൂവ് ബി പറയുമ്പോൾ ആ ലിസ്റ്റ് മൊത്തം റിമൂവ് ചെയ്ത് പോകും. ഇനി നമുക്ക് ഈ ഒരു ലിസ്റ്റ് ഇങ്ങനെ തന്നെ അപ്പൻഡ് ചെയ്ത് വരണ്ട, പകരം ഈ ഐറ്റം ആയിട്ട് വന്നാൽ മതിയെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, മൈ ലിസ്റ്റ് ഡോട്ട് എക്സ്റ്റെൻഡ് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. മൈ ലിസ്റ്റ് ഡോട്ട് എക്സ്റ്റെൻഡ് ബി എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്, ഇത് ലിസ്റ്റ് ആയിട്ടല്ലേ വരിക, 1 2 3 സെപ്പറേറ്റ് ലിസ്റ്റ് ഐറ്റംസ് ആയിട്ട് വരും. ഈ ലിസ്റ്റിന്റെ ഉള്ളിൽ തന്നെ ഈ ലിസ്റ്റിന്റെ ഐറ്റംസ് ആയിട്ട് വരും. ഇതിലിപ്പോ ഒരു ലിസ്റ്റ് ഇതിലൊരു ഐറ്റം ആയിട്ടാണ് വരിക. പകരം എക്സ്റ്റെൻഡ് കൊടുത്താൽ ഇതിലത്തെ ഓരോ വാല്യൂസും നമ്മൾ ഈ ലിസ്റ്റിലേക്ക് ഓരോ വാല്യൂസ് ആയിട്ട് വരും. ദെൻ സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വളരെ സിമ്പിൾ ആയിട്ട്, ഒരു ലിസ്റ്റ് എ ഡോട്ട് സോർട്ട് എന്ന് കോൾ ചെയ്താൽ തന്നെ ആ ലിസ്റ്റ് സോർട്ട് ആയി കിട്ടും. പിന്നെ പ്രിന്റ് ലിസ്റ്റ് ഓഫ് ഹലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ ഓരോ ഈ സ്ട്രിങ്ങിലെ ഓരോ വാല്യൂസും ലിസ്റ്റ് ആയി മാറും, HELLO. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലിസ്റ്റിൽ പറയാനുള്ളത്. ഇത് ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇനിയും ഫംഗ്ഷൻസ് ലിസ്റ്റിൽ അവൈലബിൾ ആണ്. ലിസ്റ്റ് പറയുന്ന ഡാറ്റ ടൈപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എലമെന്റ്സ്, നമുക്ക് ഡിഫറെന്റ് ഡാറ്റ ടൈപ്പിൽ വരുന്ന ഐറ്റംസിന് നമുക്ക് ലിസ്റ്റിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ദെൻ അത് മ്യൂട്ട് ചെയ്യാൻ പറ്റും, മ്യൂട്ടബിൾ ആണ്. അതായത് അതിന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും വാല്യൂസ്. ലിസ്റ്റ് ചെയ്ത് നോക്കുക. ദെൻ അടുത്തത് വരുന്നത് ലിസ്റ്റ് സ്ലൈസിങ് ആണ്. നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ ലിസ്റ്റ് ഡിക്ലെയർ ചെയ്തതിനു ശേഷം അതിൽ ഒരു സബ് ലിസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പറേഷൻസ് ആണ് ലിസ്റ്റ് സ്ലൈസിങ്. ഇവിടെ പ്രിന്റ് നമ്പേഴ്സ് ഓഫ് 1, നമ്പേഴ്സ് ഓഫ് -1. നമ്പേഴ്സ് ഓഫ് 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇൻഡെക്സിലുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. നമ്പേഴ്സ് ഓഫ് -1 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഇൻഡെക്സിലുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. അതാണ് 1ഉം -1ഉം ഡിഫറൻസ്. ദെൻ സ്ലൈസ്ഡ് ഈക്വൽ ടു, പുതിയൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ് സ്ലൈസ്ഡ്. അതിലേക്ക് നമ്പേഴ്സിലെ 5th ഇൻഡെക്സ് മുതൽ 11th ഇൻഡെക്സ് വരെ. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 5th ഇൻഡെക്സ് ആണ്. ഇവിടെ 11 കൊടുത്തിട്ടുണ്ടെങ്കിൽ 11 - 1 ഇൻഡെക്സ് വരെയുള്ളതാണ് ഇവിടെ ലിസ്റ്റിൽ എൻ്റർ ചെയ്ത് വരുന്നത്, ഇൻസേർട്ട് ആയി വരുന്നത് സ്ലൈസിലേക്ക്. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മളെ ലിസ്റ്റ് ഉണ്ട്, പ്രിന്റ് മൈ ലിസ്റ്റ്. മൈ ലിസ്റ്റ് പ്രിന്റ് ചെയ്തു. ഇതിൽ എത്ര വാല്യൂസ് ഉണ്ട്, 1 2 3 4 5, ഇത്രയും വാല്യൂസ് ഉണ്ട് ഇതിൽ. അപ്പോൾ മൈ ലിസ്റ്റ് ഓഫ് പ്രിന്റ് മൈ ലിസ്റ്റ് ഓഫ് 1 എന്ന് പറയുമ്പോൾ ഏതാ പ്രിന്റ് ചെയ്ത് വരാം, എ ആണ് പ്രിന്റ് ചെയ്ത് വരിക. 0th ഇൻഡെക്സിൽ എന്താ ഉള്ളത്, 67. ഫസ്റ്റ് ഇൻഡെക്സിൽ 1 ആണുള്ളത്. ഇനി 0 ആണെങ്കിലോ 67 പ്രിന്റ് ചെയ്ത് വരും. സോറി,
0 ആണെങ്കിൽ 67 പ്രിന്റ് ചെയ്ത് വരും. ഇനി നമുക്കൊരു പെർട്ടിക്കുലർ സബ് ലിസ്റ്റിൽ കിട്ടണമെങ്കിൽ സ്ലൈസ്ഡ് ഒരു പുതിയ വേരിയബിളിലേക്ക് എന്ത് ചെയ്യാം, സ്ലൈസ്ഡ് ഈക്വൽ ടു മൈ ലിസ്റ്റ് ഓഫ് പ്രിന്റ് വേണ്ട, മൈ ലിസ്റ്റ് ഓഫ് 0 മുതൽ നമുക്ക് എവിടെ വരെ വരണം, 2 വരെ വരണം വിചാരിക്കാം. എന്നിട്ട് പ്രിന്റ് സ്ലൈസ്ഡ് 0 1 തൊട്ട് 2 വരെ ആകുമ്പോൾ 2ന്റെ തൊട്ട് മുന്നേ വരെയുള്ള ഇൻഡെക്സ് ഉള്ളത് വരും, 67ഉം എയും. ഇനി ഇവിടെ 5 ആണെങ്കിലോ 0 1 2 3 4 വരെയുള്ളത്, 4 വരെയുള്ളത് വരണമെങ്കിൽ 5 കൊടുക്കുക ഫുൾ ആയിട്ട് വരണമെങ്കിൽ. ഇനിയിപ്പോ ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് വരും, ലാസ്റ്റ് വരെയുള്ളത് വരും. സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ലാസ്റ്റ് വരെയുള്ളത് വരും. എവിടെയും സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ലാസ്റ്റ് വരെയുള്ളത് വരും. ഇവിടെ 1 എന്ന് കൊടുത്തു, ലാസ്റ്റ് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ 1 മുതൽ ഫസ്റ്റ് ഇൻഡെക്സ് മുതൽ ലാസ്റ്റ് വരെയുള്ളത് വരും. അപ്പൊ ഇങ്ങനെയാണ് ലിസ്റ്റ് സ്ലൈസിങ്. 2 ഇൻഡെക്സ് വരെ, 3 ഇവിടെ കൊടുത്താൽ 2 ഇൻഡെക്സ് വരെ ഉള്ളത് വരും. സോ ലിസ്റ്റ് സ്ലൈസിങ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് -1 ചെയ്തിട്ടില്ലായിരുന്നു. ലിസ്റ്റ് സ്ലൈസിങ്ങിൽ നമ്മൾ -1 കൊടുത്താൽ -1 തൊട്ട് മുന്നുള്ളത് -2 വരെ ഉള്ളത് വരും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1 0 1 2 3 4 എന്നാണ് ഇൻഡെക്സ് പോകുന്നത്. തിരിച്ചിവിടേക്ക് -1 -2 -3 -4 -5 ഇങ്ങനെയാണ് ഇൻഡെക്സ് വരുന്നത്. അപ്പൊ ലിസ്റ്റ് സ്ലൈസിങ് നോക്കുക. ലിസ്റ്റ് നെയിം എ ബി, ഇതാണ് ഇതിന്റെ സിൻടാക്സ്. വേർ ഇറ്റ് സ്ലൈസസ് ഔട്ട് എ സബ്സെറ്റ് ഫ്രം ദ ഇൻഡെക്സ് എ ടു B-1. ഇവിടെ B-1 എടുക്കും, ഇവിടെ എ തന്നെ എടുക്കും. അങ്ങനെയാണ് ലിസ്റ്റ് സ്ലൈസിങ് പെർഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് ലിസ്റ്റ് കോംപ്രിഹെൻഷൻ. നമ്പേഴ്സ്, അതായത് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും ലിസ്റ്റ് ഈക്വൽ ടു പറഞ്ഞിട്ട് വാല്യൂസ് ഇങ്ങനെ എൻ്റർ ചെയ്ത് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് റേഞ്ച് ഫംഗ്ഷൻ, നേരത്തെ പഠിച്ച ഫോർ ലൂപ്പിൽ പഠിച്ച റേഞ്ച് ഫംഗ്ഷന്റെ പല വേരിയേഷൻസ് യൂസ് ചെയ്തിട്ട് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്പേഴ്സ് ഈക്വൽ ടു ലിസ്റ്റ് ഓഫ് റേഞ്ച് ഓഫ് 1, 8 മുതൽ 8 പറയുമ്പോൾ 7 വരെയുള്ള വാല്യൂസ് എവിടെ വരും, ലിസ്റ്റിലേക്ക് വരും. പ്രിന്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 വരെ. ദെൻ സ്ക്വയർ ഈക്വൽ ടു ഒരു ലിസ്റ്റ് എംപ്റ്റി ലിസ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ദെൻ ഫോർ I ഇൻ നമ്പേഴ്സ് സ്ക്വയർ ഡോട്ട് അപ്പൻഡ് പവർ ഓഫ് I, 2. നമ്പേഴ്സിൽ 1 2 3 7 വരെ ഉണ്ട്. അപ്പോൾ I പറയുന്നത് എന്തായിരിക്കും, നമ്പേഴ്സിലുള്ള ഓരോ വാല്യൂസിനെ ഇങ്ങനെ ട്രാവേഴ്സ് ചെയ്ത് പോയിട്ട് പവർ ഓഫ് I, 2 പറയുമ്പോൾ 1 raised to 2, 2 raised to 2, 3 raised to 2 ആ വാല്യൂസ് എങ്ങോട്ട് അപ്പൻഡ് ചെയ്യും, സ്ക്വയർ എന്ന് പറഞ്ഞ ലിസ്റ്റിലേക്ക് അപ്പൻഡ് ചെയ്യും. അപ്പൊ നമുക്ക് വാല്യൂസ് എന്ത് കിട്ടും, 1 4 9 16 25 36 49 എക്സെട്ര. ഇവിടെ 7 വരെ ആയതുകൊണ്ട് 49 വരെയുള്ള വാല്യൂസ് നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്. പിന്നെ അതിൽ കുറച്ച് മാറ്റങ്ങൾ എടുത്തിട്ട് നമുക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്തത് സ്ക്വയർ എന്ന് പറഞ്ഞ പുതിയ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഈ ഒരു മെത്തഡ് അല്ലാതെ വേറൊരു മെത്തഡ് സിമ്പിൾ ആയിട്ട് നമുക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് X*2, അതായത് നമ്മുടെ പവർ ഓപ്പറേറ്റർ തന്നെ, ഇവിടെ യൂസ് ചെയ്ത അതേ ഓപ്പറേറ്റർ തന്നെ, ഫോർ X ഇൻ നമ്പേഴ്സ്. ഈ ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൽ പൈത്തന്റെ വളരെ വലിയ അഡ്വാൻറ്റേജ്. സിമ്പിൾ ആയിട്ട് അതായത് സിമ്പിൾ ആയിട്ടുള്ള പൈത്തൺ കോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഓഡ് സ്ക്വയർ ആണ് വരേണ്ടതെങ്കിൽ X ഇൻ നമ്പേഴ്സ് ഇഫ് X mod 2 കണ്ടീഷനും കൂടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കാൻ പറ്റും. X mod 2 നോട്ട് ഈക്വൽ ടു 0. X mod 2 മോഡുലസ് ഓപ്പറേറ്റർ 2 വെച്ചിട്ടുള്ള മോഡുലസ് ഓപ്പറേറ്റർ 0 അല്ലാത്ത കേസിൽ, അതായത് ഓഡ് നമ്പർ ആയിരിക്കും, അതിന്റെ സ്ക്വയർ മാത്രം വെച്ചിട്ടുള്ള ലിസ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 1 9 25 14 ആ രീതിയിൽ. അപ്പൊ ഇതൊക്കെ ഇതിന്റെ വളരെ അഡ്വാൻറ്റേജസ് ആണ്. ലിസ്റ്റ് ഓപ്പറേഷൻസ്, ലിസ്റ്റ് കോംപ്രിഹെൻഷൻ, ഇങ്ങനെയൊക്കെ നമുക്ക് സിമ്പിൾ കോഡിലൂടെ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ക്രോസ് പ്രൊഡക്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. A ഈക്വൽ ടു 4 6 8 9, A ക്രോസ് A ഈക്വൽ ടു A B, ഫോർ A in A, ഫോർ B in A, if A നോട്ട് ഈക്വൽ ടു B. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് ക്രോസ് പ്രൊഡക്റ്റ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ലിസ്റ്റ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുന്ന കണ്ടെയ്നർ ഡിക്ഷണറി ആണ്. ഡിക്ഷണറി പറയുമ്പോൾ അതിനൊരു കീ
വാല്യൂ പെയർ വെച്ചിട്ടാണ് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കുക. പേഴ്സൺ ഈക്വൽ ടു നെയിം മനു. ഇവിടെ നെയിം ആണ് ഇതിന്റെ കീ, മനു ആ കീയുടെ പെർട്ടിക്കുലർ വാല്യൂ. ദെൻ ഏജ് 28 പറയുമ്പോൾ ഏജ് കീ, 28 അതിന്റെ വാല്യൂ. പ്രിന്റ് പേഴ്സൺ ഓഫ് നെയിം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യും? ഇതിന്റെ പേഴ്സൺ ഓഫ് നെയിമിന്റെ വാല്യൂ പ്രിന്റ് ചെയ്ത് വരും. പ്രിന്റ് പേഴ്സൺ ഓഫ് നെയിം എന്ന് പറയുമ്പോൾ മനു എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്ത് വരും. പ്രിന്റ് നെയിം ഇൻ പേഴ്സൺ. നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിക്ഷണറിയിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു കോഡാണിത്. പ്രിന്റ് നെയിം ഇൻ പേഴ്സൺ. യെസ്, നെയിം പേഴ്സണിൽ ഉണ്ട്, അതുകൊണ്ട് ട്രൂ റിട്ടേൺ ചെയ്യും. പ്രിന്റ് സെക്സ് ഇൻ പേഴ്സൺ. സെക്സ് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ഇതിലുണ്ടോ, കീ ഈ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഡിക്ഷണറിയിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ളതാണിത്. ഫാൾസ് പ്രിന്റ് ചെയ്ത് വരും, കാരണം ഇതില്ല, അതിൽ നെയിമും ഏജും മാത്രമേ ഉള്ളൂ. സോ പേഴ്സൺ ഓഫ് സെക്സ് ഈക്വൽ ടു മെയിൽ, പുതിയൊരു സാധനം നമ്മൾ ആഡ് ചെയ്യാണ് ഡിക്ഷണറിയിലേക്ക്. പ്രിന്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ നെയിം, ഏജ്, സെക്സ്, ഈ 3 കാര്യങ്ങളും ഇതിൽ എൻ്റർ ചെയ്ത് വന്നിട്ടുണ്ട്. ദെൻ ഡിക്ഷണറി ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ട് നമ്മൾ ഐറ്ററേറ്റ് ചെയ്യാണ്. ഫോർ ഐറ്റം ഇൻ പേഴ്സൺ, ഇവിടെ ഐറ്റം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് യൂസ് ചെയ്യണം. ഫോർ ഐറ്റം ഇൻ പേഴ്സൺ പ്രിന്റ് ഐറ്റം പേഴ്സൺ ഓഫ് ഐറ്റം. ആദ്യം ഐറ്റം പ്രിന്റ് ചെയ്യുക. ഐറ്റം എന്ന് പറയുന്നത് ഇതിലത്തെ കീ ആയിരിക്കും. ദെൻ അതിന്റെ പേഴ്സൺ ഓഫ് ഐറ്റം എന്ന് പറയുമ്പോൾ അതിന്റെ പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും. പേഴ്സൺ ഓഫ് നെയിം എന്ന് പറയുന്നത് മനു ആണ്. പേഴ്സൺ ഓഫ് ഏജ് പറയുമ്പോൾ 28 ആണ്. പേഴ്സൺ ഓഫ് സെക്സ് പറയുമ്പോൾ മെയിൽ ആണ്. അപ്പൊ അതങ്ങനെ പ്രിന്റ് ചെയ്ത് വരും. നെയിം മനു, ഏജ് 28, സെക്സ് മെയിൽ. അതിന് തന്നെ വേറെ രീതിയിൽ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റുന്നത് കുറച്ചും കൂടെ വേറെ ഫോർ കീ വാല്യൂ ഇൻ പേഴ്സൺ ഐറ്റംസ് പ്രിന്റ് കീ ഡോട്ട് ക്യാപിറ്റലൈസ്. ഇത് ഒരു കുറച്ച് ഡിസ്പ്ലേ നന്നായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. കീ വാല്യൂ ഇൻ പേഴ്സൺ ഐറ്റംസ്. ഇവിടെ പേഴ്സൺ ഓഫ് ഐറ്റംസ് പകരം പേഴ്സൺ ഡോട്ട് ഐറ്റംസ് ആയിരിക്കും. കീയും വാല്യൂം ഈ 2 പേരും നമുക്ക് വേണം പേഴ്സൺ ഡോട്ട് ഐറ്റംസ് എന്ന്. അപ്പൊ ഇവിടെ പ്രിന്റ് ചെയ്ത് വരുന്നത് ഇങ്ങനെയാണ്: നെയിം മനു, ഏജ് 28, സെക്സ് മെയിൽ. ദെൻ പ്രിന്റ് പേഴ്സൺ ഡോട്ട് കീസ്. കീസ് മാത്രം പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പേഴ്സൺ ഡോട്ട് കീസ്. ഇങ്ങനെയുള്ള കുറച്ച് ഡിക്ഷണറി ഓപ്പറേഷൻസ് ഉണ്ട്. ഡിക്ഷണറി ഈസ് എ കളക്ഷൻ വിച്ച് ഈസ് അൺഓർഡേർഡ്, ചേഞ്ചബിൾ ആൻഡ് ഇൻഡെക്സ്ഡ്. ഇൻ പൈത്തൺ ഡിക്ഷണറീസ് ആർ റിട്ടൺ വിത്ത് കേർലി ബ്രാക്കറ്റ്സ്. ഡിക്ഷണറീസ് ലിസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ആയിരുന്നു, ഡിക്ഷണറി എങ്ങനെയാണ്? കേർലി ബ്രാക്കറ്റ് ആയിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. ദെൻ ആൻഡ് ദേ ഹാവ് കീസ് ആൻഡ് വാല്യൂസ്. അതിന് കീയും വാല്യൂസും ഉണ്ട്. നെക്സ്റ്റ് ടപ്പിൾസ് ആണ്. ടപ്പിൾസ് വന്ന അനദർ ടൈപ്പ് ഓഫ് കണ്ടെയ്നർ ആണ്. ടപ്പിൾസ് അത്ര അധികം നമ്മൾ യൂസ് ചെയ്യാറില്ല. അതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന, അത് ഇമ്മ്യൂട്ടബിൾ ആണ്, അതുകൊണ്ട് തന്നെ അതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കുറവാണ്, ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് കുറവാണ്. ടപ്പിൾ T1, T2 ഇങ്ങനെ ഈ 2 രീതിയിലും ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വാല്യൂസ് കൊടുത്താലും ബ്രാക്കറ്റ് ഇല്ലാതെ കൊടുത്താലും ഇത് ടപ്പിൾ ആയിട്ട് എടുക്കും. രണ്ടിനും ടൈപ്പ് ടപ്പിൾ തന്നെയാണ്. പ്രിന്റ് T1, T2, 1, 2, 3, 4, 5, 6. T3 പറയുന്നത് T1 plus T2 പറയുമ്പോൾ 2 ടപ്പിളും കൂടെ ആഡ് ചെയ്ത് വരും. ഇനി LT ടപ്പിൾ 4, ABCD ഒരു ലിസ്റ്റിനെ ടപ്പിളൊക്കെ കൺവേർട്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആണ് ഇത് എഴുതിയിരിക്കുന്നത്. ടപ്പിൾ ഓഫ് നമ്മളെ ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻ പോലെ, അതായത് ഒരു ടൈപ്പ് കൺവേർഷൻ. ടപ്പിൾ ഓഫ് ഇതിനുള്ളിൽ ഒരു ലിസ്റ്റ് കൊടുത്താൽ അത് ടപ്പിൾ ആയിട്ട് മാറും. ദെൻ LT ഓഫ് 2 ഈക്വൽ ടു എക്സ്. നേരത്തെ പറഞ്ഞ ഇൻഡെക്സിങ് പോലെ തന്നെ LT ഓഫ് 2x എന്ന് കൊടുത്താൽ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, കാരണം ടപ്പിള് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തൊരു ഡാറ്റ ടൈപ്പ് ആണ്. അപ്പൊ ടൈപ്പ് എറർ വരും. ടപ്പിൾ ഒബ്ജക്ട് ഡസ് നോട്ട് സപ്പോർട്ട് ഐറ്റം അസൈൻമെന്റ്. ടപ്പിൾ ഒരു വാല്യൂ കൊടുത്താൽ പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ടപ്പിൾ വിത്ത് സിംഗിൾ എലമെന്റ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ടപ്പിളിൽ വെറുതെ നമ്മൾ S ഈക്വൽ ടു ബ്രാക്കറ്റിനുള്ള 3 എന്ന് കൊടുത്താലും അത് ടപ്പിൾ ആയിട്ട് എടുക്കില്ല, അത് ഇന്റിജർ ടൈപ്പ് ആയിട്ട് എടുക്കും. പകരം നമ്മൾ 3, ഒരു കോമ കൊടുത്താൽ മാത്രമേ അത് ടപ്പിൾ ആയിട്ട് എടുക്കുള്ളൂ. ടപ്പിളിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ദെൻ കണ്ടെയ്നേഴ്സിൽ അടുത്ത് വരുന്നതാണ് സെറ്റ്സ്. സെറ്റ്സ് ഇതേപോലെ ഡിക്ഷണറി പോലെ തന്നെ കേർലി ബ്രേസസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. ഇവിടെ S പറഞ്ഞൊരു സെറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സെറ്റിൽ 1, 2, 3 3 വാല്യൂസ് ഉണ്ട്. പ്രിന്റ് S, ടൈപ്പ് ഓഫ് S. എസിന്റെ വാല്യൂ എന്താണെന്ന് പ്രിന്റ് ചെയ്തു, 3 വാല്യൂസ്. ടൈപ്പ് എന്താണ്? സെറ്റ്. ദെൻ F സെറ്റ് ഈക്വൽ ടു ആപ്പിൾ, ബനാന, ചെറി 3 സ്ട്രിങ്സ് വെച്ചിട്ടുള്ള ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്തു. F സെറ്റ് ഡോട്ട് റിമൂവ് ഫംഗ്ഷൻ. നേരത്തെ പറഞ്ഞ അതേപോലെയാണ്, നമ്മൾ ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല, അത് തന്നെയാണ് വരുന്ന ഫംഗ്ഷൻസ്. F സെറ്റ് ഡോട്ട് റിമൂവ് ബനാന പറയുമ്പോൾ ബനാന ഇതിനെ റിമൂവ് ചെയ്ത് പോകും. ദെൻ വരുന്ന റിസൾട്ട് എന്തായിരിക്കും? ആപ്പിളും ചെറിയും മാത്രമാണ് F സെറ്റിൽ ഉള്ളത്. ഇപ്പം ദെൻ F സെറ്റ് ഈക്വൽ ടു ആപ്പിൾ, ബനാന, ചെറി. F സെറ്റ് ഡോട്ട് ഡിസ്കാർഡ് ബനാന. അപ്പോഴും റിമൂവ് പോലെ തന്നെ നമുക്ക് ഡിസ്കാർഡ് യൂസ് ചെയ്തിട്ട് ഇതേ ഫംഗ്ഷൻ പെർഫോം ചെയ്യാവുന്നതാണ്. ആപ്പിൾ, ചെറി മാത്രം അവിടെ വരും. ദെൻ F സെറ്റ് ഈക്വൽ ടു ആപ്പിൾ, ബനാന, ചെറി. F സെറ്റ് ഡോട്ട് ക്ലിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ F സെറ്റ് സെറ്റിൽ ഒന്നും ഇല്ലാതെയാവും, ക്ലിയർ ആയി കിട്ടും. ദെൻ അടുത്തത് സെറ്റ് 1 ABC 3 സ്ട്രിംഗ് വാല്യൂസ് ആണ്. സെറ്റ് 2, 1, 2, 3 3 ഇന്റിജർ വാല്യൂസ് ആണ്.
സെറ്റ് 3 പറഞ്ഞ് സെറ്റ് 1 ഡോട്ട് യൂണിയൻ സെറ്റ് 2. അപ്പോൾ രണ്ടിന്റെയും കൂടെ യൂണിയൻ ഓപ്പറേഷൻ. സാധാരണ സെറ്റ് ഓപ്പറേഷൻസിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് യൂണിയൻ ഇന്റർസെക്ഷൻ ഒക്കെ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എക്സ് പറയുന്നൊരു സെറ്റ് ഉണ്ട്, അതിൽ 3 വാല്യൂസ് ഉണ്ട്. ആപ്പിൾ, ബനാന, ചെറി. വൈല്, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ 3 ഉണ്ട്. ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിലും ആപ്പിൾ ഉണ്ട്, ഇതിലും ആപ്പിൾ ഉണ്ട്. ഇന്റർസെക്ഷൻ ഓപ്പറേറ്റർ രണ്ടിലും ഉള്ള മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാല്യൂ ആണ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആപ്പിൾ ഇതിലും ഉണ്ട്, ഇതിലും ഉണ്ട്. അപ്പോൾ ആപ്പിൾ ആണ് ഇതിന്റെ ഇന്റർസെക്ഷന്റെ റിസൾട്ട് ആയിട്ട് വരുന്നത്. ദെൻ LST ലിസ്റ്റിനെ മൈ ലിസ്റ്റ് LST സെറ്റ് ഓഫ് LST, അതിന് സെറ്റ് ഓഫ് LST പറയുമ്പോൾ സെറ്റിലായിട്ട് കൺവേർട്ട് ചെയ്തു. ദെൻ പ്രിന്റ് മൈ ലിസ്റ്റ് പറയുമ്പോൾ ലിസ്റ്റ് പ്രിന്റ് ചെയ്തു. ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലിസ്റ്റിന്റെ അകത്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാവും, സെറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ലിസ്റ്റിലെ ഡ്യൂപ്ലിക്കേറ്റ്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ലിസ്റ്റിനെ സെറ്റ് ആക്കി കൺവേർട്ട് ചെയ്യുക, വീണ്ടും അതിനെ ലിസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇപ്പൊ 1 2 3 4 ഈ 3 പ്രാവശ്യം 5നെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി, ആദ്യം LSTനെ സെറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒഴിവാക്കി കിട്ടും. ദെൻ അഗൈൻ വീണ്ടും അതിനെ ലിസ്റ്റ് ആക്കി മാറ്റിയാൽ ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം സെറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് അലൗഡ് അല്ല. നെക്സ്റ്റ് പറയുന്നത് ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് സാധാരണ C++ ഉള്ള പോലെ തന്നെ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്, പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. അതിന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കോൾ ചെയ്യാം, റീയൂസ് ചെയ്യാം. അങ്ങനെ ഒരു പർപ്പസിനാണ് നമ്മൾ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് പൈത്തണിലും ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. പക്ഷെ പൈത്തണിൽ ഫങ്ഷൻസ് യൂസ് ചെയ്യാനുള്ള ഡിഫറൻസ്, ഡെഫ് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഡെഫ് ഫങ്ഷൻ നെയിം ബ്രാക്കറ്റിൽ ആർഗ്യുമെന്റ് ലിസ്റ്റ്. ദെൻ നമ്മൾ കൺട്രോൾ സ്ട്രക്ചേഴ്സിൽ യൂസ് ചെയ്ത പോലെ തന്നെ ഒരു കോളം ഇടണം. ദെൻ അടുത്തത് ശ്രദ്ധിക്കേണ്ടത് ഇൻഡന്റേഷൻ ആണ്. ആ ഫംഗ്ഷനിലുള്ള ഡെഫിനേഷൻ എഴുതുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഇൻഡന്റേഷനിൽ തന്നെ അതിൽ ഫംഗ്ഷൻസിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് എഴുതാം. ദെൻ ഇവിടെ ഡെഫ് ട്രൈസ് നമ്പർ റിട്ടേൺ 2 സ്റ്റാർ നമ്പർ. 2 സ്റ്റാർ നമ്പറിനുള്ള വാല്യൂ ആണ് റിട്ടേൺ ചെയ്യാം. T ട്രൈസ് 5 എന്ന് പറയുമ്പോൾ 5 സ്റ്റാർ 2 റിട്ടേൺ വാല്യൂ വരും. പ്രിന്റ് T പറയുമ്പോൾ 10 പ്രിന്റ് ചെയ്യും. അപ്പൊ ഇതാണ് ഫംഗ്ഷന്റെ ഒരു സിന്റാക്സ് വരുന്നത്. ഡെഫ് ഫംഗ്ഷൻ നെയിം, നമ്പർ ആർഗ്യുമെന്റ്സ്, ദെൻ കോളൻ, ദെൻ അഗെയിൻ ഇൻഡന്റേഷൻ യൂസ് ചെയ്തിട്ട് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡെഫിനേഷൻ എഴുതാം. ദെൻ വേറൊരു ഫംഗ്ഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. പ്രൈം നമ്പർ ആണോ ചെക്ക് ചെയ്യാനുള്ളത്. ഡെഫ് ഈസ് പ്രൈം നമ്പർ ഫോർ ഫാക്ടർ ഇൻ റേഞ്ച് 2 മുതൽ നമ്പർ ഇന്റിജർ ഡിവിഷൻ +1 വരെ ഉള്ളത് ലിമിറ്റ്. അതായത് അവിടെ വരെ വാല്യൂസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ദെൻ ഇഫ് നമ്പർ ഡോട്ട് ഫാക്ടർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യാം, അതല്ലെങ്കിൽ റിട്ടേൺ ട്രൂ ചെയ്യാം. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ പ്രൈം ആണോ, എൻ്റെ നമ്പർ 10 ഫാൾസ് പ്രിന്റ് ചെയ്യും. പ്രൈം ആണോ അല്ലയോ എന്ന് പ്രിന്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആണിത്. അപ്പോൾ ഫംഗ്ഷൻ ആകെയുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ ഡെഫ് പറഞ്ഞിട്ടുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. ദെൻ കോളം, ദെൻ ഇൻഡന്റേഷൻ, ഈ 3 കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മതി. അടുത്തത് വേറെയും കുറച്ച് ഫംഗ്ഷന്റെ വേരിയേഷൻസ് ആണ്. ഒരു ഫംഗ്ഷൻ നോട്ട് റിട്ടേൺ എ വാല്യൂ, ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാത്ത ഫംഗ്ഷൻ, അതെന്തായിരിക്കും, ഈ ഫംഗ്ഷൻ ഡെഫിനേഷനിൽ തന്നെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. പ്രിന്റ് പ്രൈം നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആണ്. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ആർഗ്യുമെന്റ്സ് ആയിട്ട് പാസ് ചെയ്തിട്ടുണ്ട്. ഫോർ നം ഇൻ റേഞ്ച് ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് +1 ഈസ് പ്രൈം ആണോ, നമ്മൾ നേരത്തെ കൊടുത്ത ഫംഗ്ഷൻ കോൾ ചെയ്തു. പ്രൈം ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യാം. പ്രിന്റ് നം ട്രൂ ആണെങ്കിൽ, ഈസ് പ്രൈം ട്രൂ ആണെങ്കിൽ അവിടെ തന്നെ ആ ഒരു നമ്പർ പ്രിന്റ് ചെയ്യാം. പിന്നെ ഇതിൽ നിന്ന് റിട്ടേൺ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ഫംഗ്ഷൻ ടൈപ്പ് എന്താണ്, നോട്ട് റിട്ടേൺ എ വാല്യൂ. ഫംഗ്ഷൻ തന്നെ വാല്യൂ പ്രിന്റ് ചെയ്ത് വരുന്നതിനോട് ഈ ഫംഗ്ഷൻ വാല്യൂസ് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. പൈത്തൺ സപ്പോർട്ട്സ് മോർ ദാൻ 1 റിട്ടേൺ വാല്യൂ. ഇവിടെ നമ്മൾ ടപ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫംഗ്ഷന് വാല്യൂസ് റിട്ടേൺ ചെയ്യാൻ പറ്റും. എക്സും വൈയും 2 വാല്യൂസ് ഈ ഫംഗ്ഷന് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഇത് സ്വാപ്പ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഡെഫിനിഷൻസ് ഫംഗ്ഷൻ, നമ്മൾ സാധാരണ ടെമ്പററി വേരിയബിളിലേക്ക് വാല്യൂ പാസ് ചെയ്യുന്നു. ദെൻ വാല്യൂയിലേക്ക് മറ്റേ വാല്യൂ ചേഞ്ച് ചെയ്യേണ്ട വാല്യൂ പാസ് ചെയ്യുന്നു. ദെൻ അഗെയിൻ ആ ടെമ്പററി വാല്യൂ വൈയിലേക്ക് പാസ് ചെയ്യുന്നു. റിട്ടേൺ എക്സ് വൈ, 2 വാല്യൂസ് ഒരുമിച്ച് നമുക്ക് ഫംഗ്ഷനിൽ റിട്ടേൺ ചെയ്യാം. പൈത്തൺ സപ്പോർട്ട്സ് മോർ ദാൻ 1 റിട്ടേൺ വാല്യൂ എക്സാമ്പിൾ ആണ് ഈ ഒരു ഫംഗ്ഷൻ. ദെൻ പൈത്തൺ സപ്പോർട്ട് ഫംഗ്ഷൻ വിത്ത് ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സ്. ഇവിടെ ചില ആർഗ്യുമെന്റ്സ് ഡീഫോൾട്ട് ആയിരിക്കും. പ്രിന്റ് കാൽക്കുലേറ്റ് പേയബിൾ 1000, ഇവിടെ ഒരു ഇന്റിജർ വാല്യൂ ആണ് ആർഗ്യുമെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ദെൻ ഇത് ചെയ്ത് നോക്കാം. ഇങ്ങനത്തെ വേരിയേഷൻസ് ഉണ്ട്, ഫംഗ്ഷനിലുള്ള ഡിഫറൻസ് ആണ്. ദെൻ ലാസ്റ്റ് ക്ലാസ്സസ് ആണ് പറയുന്നത്. ക്ലാസ്സസ് പറയുന്നത് നമ്മൾ സാധാരണ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിന്റെ ക്ലാസ്സസ് തന്നെ. നമ്മൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ക്ലാസ് ഈസ് എ ബ്ലൂ പ്രിന്റ് ഫോർ ക്രിയേറ്റിംഗ് ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിന്
സ്റ്റേറ്റും ഉണ്ടാവും, അതിന്റെ ബിഹേവിയറും ഉണ്ടാവും. അതായത് ആ ഒബ്ജക്റ്റിന് ഒരു ബ്ലൂ പ്രിന്റ് ആണ് ക്ലാസ് എന്ന് പറയുന്നത്. പ്രൊവൈഡിങ് ഇനീഷ്യൽ വാല്യൂസ് ഫോർ സ്റ്റേറ്റ്, അതായത് മെമ്പർ വേരിയബിൾസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ആയിരിക്കും അത്. ആൻഡ് ഇംപ്ലിമെന്റേഷൻസ് ഓഫ് ബിഹേവിയർ, അതാണ് നമ്മുടെ ക്ലാസ്സിലെ മെമ്പർ ഫംഗ്ഷൻസ്. അപ്പൊ വേരിയബിൾസും ഉണ്ടാവും മെമ്പർ ഫംഗ്ഷൻസും. മെമ്പർ ഫംഗ്ഷൻസിനെ വിളിക്കുന്ന വേറൊരു പേര് മെത്തേഡ്സ്, അതായത് മെമ്പർ വേരിയബിൾസിനെ പറയുന്നത് ആട്രിബ്യൂട്ട്സ്. ഇവിടെ ക്ലാസ്, നമ്മുടെ പൈത്തണിലെ ക്ലാസ്സിലുള്ള ചെറിയ ഡിഫറൻസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പൈത്തണിൽ ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാൻ പറയുമ്പോൾ അതിന്റെ പേര് എപ്പോഴും ഇനിറ്റ് ആയിരിക്കും. പൈത്തണിൽ കൺസ്ട്രക്ടർ എപ്പോഴും ഇനിറ്റ് ആയിരിക്കും. പിന്നെ അതിൻ്റെ അകത്തൊരു സെൽഫ് പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഡീഫോൾട്ട് ആയിട്ട് എല്ലാ ഫംഗ്ഷനിലും നമ്മൾ കൊടുക്കും. സെൽഫ് പറയുന്നത് എന്താണ്? ദ ഫസ്റ്റ് ആർഗ്യുമെന്റ് ഷുഡ് ബി റെഫറൻസ് ഓഫ് ദ കോളിംഗ് ഫംഗ്ഷൻ. ഈ സെൽഫ് ഉദ്ദേശിക്കുന്നത് റെഫറൻസ് ഓഫ് ദ കോളിംഗ് ഫംഗ്ഷൻ ആണ്. സെൽഫ് ഈസ് ദ റെഫറൻസ് ഓഫ് ദ ഒബ്ജക്ട്. ഇവിടെയുള്ള ഒബ്ജക്റ്റിന്റെ ആഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് ആഡർ ഈക്വൽ ടു ആഡർ. അപ്പോൾ ആ ഒബ്ജക്റ്റിലേക്കുള്ള ഒരു റെഫറൻസ് ആണ് സെൽഫ് പറയുന്നത് ആർഗ്യുമെന്റ്. അത് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ സെൽഫ് എപ്പോഴും സ്പെസിഫൈ ചെയ്യും, പക്ഷെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ സെൽഫ് ഇല്ല. ഇവിടെ നമ്മൾ ആഡർ പറഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് ഇതിൽ നമുക്ക് എന്തില്ല, ആഡർ സെറ്റ് വാല്യൂസ് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനിൽ എന്തില്ല, 5 4 2 വാല്യൂസുകളും. സെൽഫ് ഇവിടെ ഉണ്ടാവില്ല, കോൾ ചെയ്യുമ്പോൾ ഉണ്ടാവില്ല, ഇവിടെ ഉണ്ടാവും. ഇത് ഡെഫിനേഷൻ ആണ്. ഇത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ദെൻ വാല്യൂസ് പാസ് ചെയ്തു, ഫംഗ്ഷൻ കോൾ ചെയ്യാണ് ഓരോ ഇതിന് ഈ ഒരു ക്ലാസ്സിലുള്ള. അപ്പൊ ഇതാണ് ക്ലാസിന്റെ എക്സാമ്പിൾ. ഇവിടെ വേറൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ നമ്മൾ ഡബിൾ അണ്ടർസ്കോർ യൂസ് ചെയ്ത ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ആ വേരിയബിൾ പ്രൈവറ്റ് മെമ്പർ ആയിരിക്കും. ഇനി സിംഗിൾ അണ്ടർസ്കോർ ആണെങ്കിൽ അത് പ്രൊട്ടക്റ്റഡ് മെമ്പർ ആയിരിക്കും. പ്രൈവറ്റ് മെമ്പറിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡബിൾ അണ്ടർസ്കോർ യൂസ് ചെയ്യും. പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ സിംഗിൾ അണ്ടർസ്കോർ യൂസ് ചെയ്യും. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഡബിൾ അണ്ടർസ്കോർ ആണ്. ഡെഫ് ഇനിറ്റ്, ഇത് നമ്മുടെ കൺസ്ട്രക്ടർ. സെൽഫ് ആർഗ്യുമെന്റ് പാസ് ചെയ്തു, സെൽഫ് എക്സ് 0, സെൽഫ് വൈ 0. ഡബിൾ അണ്ടർസ്കോർ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ട് വാല്യൂസ് എക്സും വൈയും വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഇനീഷ്യലൈസ് ചെയ്ത് 0 ആക്കി വെച്ചു. ദെൻ വാല്യൂ സെറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് മെമ്പർ ഫംഗ്ഷൻ ആണിത്. സെറ്റ് വാല്യൂ സെൽഫ് എക്സ് വൈ, രണ്ട് ആർഗ്യുമെന്റ്സ് ആണ് പാസ് ചെയ്യുന്നത്. സെൽഫ് നമ്മുടെ റെഫറൻസ് ആണ്. സെൽഫ് ഡോട്ട് എക്സ്, അതായത് ഡബിൾ അണ്ടർസ്കോർ, ഇതൊരു പ്രൈവറ്റ് മെമ്പർ ആണ്, ഈക്വൽ ടു എക്സ്. സെൽഫ് ഡോട്ട് വൈ ഈക്വൽ ടു വൈ. ദെൻ സെൽഫ് വേരിയബിൾ നെയിം ക്യാൻ ബി എനിത്തിങ്. അതായത് ഡെഫിനേഷൻ കാൽക്കുലേറ്റ് സെൽഫ് 1. സെൽഫ് തന്നെയുള്ള പേര് ഒരു കീവേഡ് ഒന്നല്ല, നമുക്ക് ഇവിടെ വേറെ വാല്യൂസ് യൂസ് ചെയ്യാം. പക്ഷെ എപ്പോഴും ഒരു കണ്ടാൽ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് സെൽഫ് തന്നെ യൂസ് ചെയ്യുന്നത്. നമുക്ക് സെൽഫ് 1 സെൽഫ് 2 എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സെൽഫ് 1 ഡോട്ട് സം പറയുന്നത് വേറൊരു മെമ്പർ വേരിയബിൾ ആണ്, അതും പ്രൈവറ്റ് ആണ്. സം ഈക്വൽ ടു സെൽഫ് 1 ഡോട്ട് എക്സ് പ്ലസ് സെൽഫ് 1 ഡോട്ട് വൈ. ദെൻ ഗെറ്റ് സം സെൽഫ് റിട്ടേൺ സെൽഫ് സം. ഇത്രയും കാര്യങ്ങൾ ഇവിടെ റിട്ടേൺ വാല്യൂ ആഡർ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. രണ്ട് വാല്യൂസിന്റെ സം ആണ് കാണുന്നത് ഈ ഒരു ഫംഗ്ഷൻസും ഈ ഒരു ക്ലാസ് പെർഫോം ചെയ്യുന്നത്. അപ്പൊ നെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ ഇവിടെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് പൈത്തണിന്റെ ബേസിക്സ്.